ആണ്. ഓക്കെ, പ്രയർ സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. യെസ്. ഗോപി ചേച്ചി. ഞാൻ തന്നെ. എന്താ നീമ ഉണ്ടല്ലോ, നീമ പാടാന്ന് പറഞ്ഞടാ, പാടിക്കോട്ടെ. എങ്ങുമെങ്ങും നിറയും വെളിച്ചമേ, എൻ കരളിൽ കുടിയിരിക്കണമേ. എൻ്റെ പാദം ഇടറാതിരിക്കുവാൻ എന്നും എന്നിൽ കൃപ ചൊരിയണമേ. പൂവിലൂറുന്ന പുഞ്ചിരി നീയല്ലോ, പുസ്തകം തരും ജ്ഞാനവും നീയല്ലോ. പുല്ലുമാടവും പൂവണി മേടയും തുല്യമായി തരും ശക്തിയും നീയല്ലോ. നല്ല ബുദ്ധിയായി എൻ്റെ മനസ്സിലും, നല്ല വാണിയായി നാവിൻ്റെ തുമ്പിലും, നല്ല ചെയ്തിയായി എന്നുടെ കയ്യിലും, നന്മയായി നീ നിറഞ്ഞിരിക്കണമേ. എങ്ങുമെന്നും നിറയും വെളിച്ചമേ, എൻ കരളിൽ കുടിയിരിക്കണമേ. തോട്ട് ഓഫ് ദി ഡേ ആണ്. ലോകത്തെ മാറ്റിമറിക്കാൻ നിങ്ങളെ കൈവശമുള്ള ഏറ്റവും ശക്തമായ ആയുധമാണ് വിദ്യാഭ്യാസം. നെൽസൺ മണ്ടേല. എഡ്യൂക്കേഷൻ ഈസ് ദി മോസ്റ്റ് പവർഫുൾ വെപ്പൺ വിച്ച് യു ക്യാൻ യൂസ് ടു ചേഞ്ച് ദി വേൾഡ്. നെൽസൺ മണ്ടേല. തോട്ട് ബൈ അനിമോൾഡി. സൈനിൽ പാടാം. മന്ദാരച്ചെപ്പുണ്ടോ മാണിക്കല്ലുണ്ടോ കയ്യിൽ വാർമതിയേ, പൊന്നും തേനും വയമ്പുമുണ്ടോ വാനം പാടിതൻ തൂവലുണ്ടോ. ഉള്ളിൽ ആമോദത്തിരകൾ ഉയരുമ്പോൾ മൗനം പാടുന്നു. മന്ദാരച്ചെപ്പുണ്ടോ മാണിക്കല്ലുണ്ടോ കയ്യിൽ വാർമതിയേ, പൊന്നും തേനും വയമ്പുമുണ്ടോ വാനം പാടിതൻ തൂവലുണ്ടോ. ഉള്ളിൽ ആമോദത്തിരകൾ ഉയരുമ്പോൾ മൗനം പാടുന്നു. ഉള്ളിൽ ആമോദത്തിരകൾ ഉയരുമ്പോൾ മൗനം പാടുന്നു. പച്ചക്കറിക്കായത്തട്ടിൽ ഒരു മുത്തശ്ശി പൊട്ടോട്ട ചൊല്ലി, കുഞ്ഞോളെ കൂമ്പാളിൽ മാമുണ്ട് ചാഞ്ചാട്. പച്ചക്കറിക്കായത്തട്ടിൽ ഒരു മുത്തശ്ശി പൊട്ടേറ്റോ ചൊല്ലി, കുഞ്ഞോളെ കൂമ്പാളിൽ മാമുണ്ട് ചാഞ്ചാട്. വെള്ളരി പിഞ്ചു പോലും ചുമ്മാ കള്ളക്കണ്ണീരൊഴുക്കി, തക്കാളി അപ്പാളി അച്ചിങ്ങ പിച്ചിങ്ങ ചിങ്ങയോടത്ത് പിച്ച നടന്നു ചൊല്ലി, കുഞ്ഞോളെ കൂമ്പാളിൽ മാമുണ്ട് ചാഞ്ചാട്. കുഞ്ഞോളെ കൂമ്പാളിൽ മാമുണ്ട് ചാഞ്ചാട്. അല്ലിമലർക്കാവിൽ പൂരം കാണാൻ അന്നു നമ്മൾ പോയി രാവിൻ നിലാവിൽ. ദൂരെയൊരാൾ മരച്ചോട്ടിലിരുന്നു, മാരിവിൽ ഗോപുരമാളിക തീർത്തു. അതിൽ നാം ഒന്നായാടി പാടി. അല്ലിമലർക്കാവിൽ പൂരം കാണാൻ അന്നു നമ്മൾ പോയി രാവിൻ നിലാവിൽ. ചിന്താരിക്കിന്നാരെ ചിരിച്ചു കൊഞ്ചുന്ന മണിക്കുരന്നീ വാ പുന്നാരം പുന്നാരം. കുറുമ്പൊരു കുരുന്ന് ചുണ്ടത്തി മണിപ്പതക്കം താ അമ്മാനം അമ്മാനം. കുഞ്ഞിക്കുളിരമ്പിളി ചെല്ലച്ചെറു കുമ്പിളിൽ
എല്ലാരും കണ്ട് മിന്നായി വാവാവോ വാവാവോ ചിങ്കാരം കിന്നാരം ചിരിച്ചു കൊഞ്ചുന്ന മണിക്കൂരെന്നേ വാ പുന്നാരം പുന്നാരം. താങ്ക് യു. സീക്വൻസ് ഓഫ് സോങ്സ് കേട്ടപ്പോ ഞാൻ വിചാരിച്ചു വിഷു സെലിബ്രേഷൻ ആണ്. അശ്വതി മിസ്സിനായിരുന്നില്ലേ നിങ്ങളുടെ സെലിബ്രേഷൻ ഒന്ന് കാണുന്നത്. അപ്പൊ മിസ്സിനെ വിളിച്ചോണ്ട് വരാന്ന് വിചാരിച്ചിട്ടായിരുന്നു ഞാൻ ചോദിച്ചത് കേട്ടോ. ശരി മിസ്. പ്രേയർ എല്ലാം കഴിഞ്ഞല്ലോ അല്ലെ? കഴിഞ്ഞു മാം. ഓക്കെ ഫൈൻ. സോ വേറൊന്നും ഷെയർ ചെയ്യാനില്ലല്ലോ. നമുക്ക് ബാക്ക് ടു ക്ലാസ്. മിസ്സിന്റെ സൗണ്ടിന് എന്താ പറ്റി? തൊണ്ടവേദനയാണോ? തൊണ്ടവേദനയുണ്ട്, ചുമയുണ്ട്, സൗണ്ട് പോയിരിക്കുകയായിരുന്നു. അപ്പൊ ഞാൻ ഓർക്കുമായിരുന്നു ശരണ്യ ഇങ്ങനെ പാടിക്കൊണ്ട് 1 hour ഇരിക്കുവാണെങ്കിൽ എനിക്ക് നല്ല റെസ്റ്റ് കിട്ടുമായിരുന്നു. ശരണ്യ റെഡി ആയിരിക്കും മിസ്. നമുക്കത് ക്ലാസ്സിലുള്ള എല്ലാരും റെഡി ആയിരിക്കും, പക്ഷെ റെക്കോർഡ് ക്ലാസ് കാണുന്നവർക്ക് ചിലപ്പോ അതൊരു സുഖമില്ലായ്മയായിരിക്കും. എനിവേ നോ പ്രോബ്ലം, മാനേജ് ചെയ്തോളാം. അത് ശരിയാണ് മിസ്സേ. സെലിബ്രേഷൻ ഒക്കെ ആണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. സെലിബ്രേഷൻ നിങ്ങൾ വെനസ്ഡേ അല്ലേ പ്ലാൻ ചെയ്തിരിക്കുന്നത്? അതെ മിസ്. അതെ. അതെ മിസ്സേ. ഞാൻ ഒന്ന് ഷെയർ ചെയ്യട്ടെ കേട്ടോ. നമ്മള് 3rd യൂണിറ്റ് ഓൾമോസ്റ്റ് തീരാറായി അല്ലേ? നമ്മളുടെ ഐഡന്റിറ്റി ഇങ്ങനെ നഷ്ടാവുമ്പോ അതൊരു വല്ലാത്തൊരു വിഷമം തന്നെയാണ്. എന്റെ ഐഡന്റിറ്റി എനിക്ക് ഇഷ്ടമായിരുന്നു. നമുക്കിനി സ്റ്റേജസ് ഓഫ് ഗ്രോത്ത് അല്ലേ എടുക്കാനുള്ളത് അല്ലേ? ജസ്റ്റ് ഒരു ഇൻട്രോ പോലെ ഞാൻ പറഞ്ഞിരുന്നു. Yes, കാരണം ma'am. താങ്ക് യു. അപ്പൊ തുടങ്ങി 6 year വരെ ഉള്ള കാര്യങ്ങളാണ് നമ്മളിപ്പോ ഓരോ ഡെവലപ്മെന്റ് ആയിട്ട് കുട്ടികളിൽ ഓരോന്നും ഡെവലപ്പ് ആകുന്നത് നമ്മൾ പറഞ്ഞത്. ഇൻഡിപെൻഡന്റ് ആകുന്നത്, ഡിസിപ്ലിൻ ഡെവലപ്പ് ആകുന്നത്, ഒബീഡിയൻസ് ഉണ്ടാകുന്നത്, മോറൽ വാല്യൂസ് ഡെവലപ്പ് ആകുന്നത്, അവരുടെ അറ്റൻഷൻ കൂടുന്നത്, പിന്നെ അവരുടെ ക്രിയേറ്റിവിറ്റി, ഇമാജിനേഷൻ കൂടുന്നത്, അങ്ങനെ ഓരോ കാര്യങ്ങളും കോൺക്രീറ്റ് ഐഡിയാസ് ചെയ്യുന്ന ഒരു പതുക്കെ അബ്സ്ട്രാക്ട് ഐഡിയാസിലേക്ക് ചിന്തിക്കാൻ തുടങ്ങുന്നത്. അതെല്ലാം നമ്മൾ ബർത്ത് തുടങ്ങി 6 years വരെയുള്ള കാര്യങ്ങളിൽ പറഞ്ഞു അല്ലെ? ഞാന് ഒരു അസസ്മെന്റ് ടൂള് പോലെ ഒരു ബുക്ക് ചെയ്യാനായിട്ട് പറഞ്ഞു. അത് സബ്മിഷൻ ഒന്നും ഉള്ളതല്ല കേട്ടോ, അസൈൻമെന്റോ ആക്ടിവിറ്റിയോ ഒന്നുമല്ല. നമ്മൾ കുട്ടികളുടെ ഇടയിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ നമുക്ക് കുഞ്ഞുങ്ങളെ കാണുമ്പോൾ മനസ്സിലാവണം, അവരോരോന്ന് കാണിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ആ കുട്ടി ഇങ്ങനെ ഒരു ആക്ഷൻ, അല്ലെങ്കിൽ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കൊരു അസസ്മെന്റ് ടൂള് അത്രയേ ഉള്ളൂ. അല്ലാതെ സബ്മിഷൻ എന്നുള്ളതല്ല, നമ്മളുടെ ഈ ലേണിംഗ് പ്രോസസ്സിലെ ഒരു ലേണിംഗ് ജേണൽ അത്രയേ ഉള്ളൂ. അയ്യോ, എനിക്ക് എന്റെ തന്നെ ശബ്ദം കേട്ടിട്ട് എന്തുപോലെ തോന്നും, എനിക്ക് അരോചകമായിട്ട് തോന്നും. ഓക്കെ, സ്റ്റേജസ് ഓഫ് ഗ്രോത്ത് ആരെങ്കിലും ഒന്ന് വായിച്ചു തുടങ്ങിക്കോളൂ പ്ലീസ്. ഞാൻ ആഡ് ചെയ്യാം കാര്യങ്ങൾ. എവിടെ വരെ വായിക്കണം എന്ന് പറയാട്ടോ. ലൈക്ക് ഈ ഫസ്റ്റ് പീരീഡ് എന്നുള്ളതിന്റെ മുൻപേ വരെ ആ ഇൻട്രൊഡക്ഷൻ, സ്റ്റേജസ് ഓഫ് ഗ്രോത്തിന്റെ ഇൻട്രൊഡക്ഷൻ വായിച്ചു. Stages of growth.
According to Montessori, development takes place in stages. There are mainly two stages, namely childhood and adulthood. She divided these into 4 periods, which she called as formative plans. They are 0 to 6, first period, 6 to 12, second period, 12 to 18, third period, 18 to 24, fourth period. Caregivers and teachers need to understand the periods of development in order to aid the child or young adult and to allow each child or young adult to maximize his own potential. Montessori explained these periods with some particular points. There is a particular goal in a development. For example, in the first period, the particular goal of the child is to follow his inner urges and create himself, his personality. There is a readily identified direction being followed to reach that goal. There is a specific awareness given to humans in each period. The child has special artistry to help him development himself. They help with child development. She identifies them as the sensitive periods and the absorbent mind. Each of these 4 plans of development builds upon the last and as such as the faculty development in any one plane affects the successful completion of all the others. Thank you, Miss. Can you just explain? സ്റ്റേജസ് ഓഫ് ഗ്രോത്തിൽ മോണ്ടിസോറി മെയിനായിട്ട് 2 ഗ്രൂപ്പായിട്ടാണ് നമ്മുടെ സ്റ്റേജസ് ആയിട്ട് തിരിച്ചിരിക്കുന്നത്. ഒന്ന് ചൈൽഡ്ഹുഡ് ആൻഡ് അഡൽട്ട്ഹുഡ്. പിന്നെ ഇതിനെ വീണ്ടും 4 പീരീഡ് ആയിട്ട് അദ്ദേഹം തിരിച്ചിട്ടുണ്ട്. ഫസ്റ്റ് പീരീഡ് എന്ന് പറഞ്ഞാൽ 0 to 6 ഇയർ ഫസ്റ്റ് പീരീഡ്, പിന്നെ 6 to 12 ഇയർ സെക്കൻഡ് പീരീഡ്, 12 to 18 തേർഡ് പീരീഡ്, 18 to 24 ഫോർത്ത് പീരീഡ്. ഇങ്ങനെയാണ് നമ്മുടെ സ്റ്റേജസ് ഓഫ് ഗ്രോത്തിനെ തിരിച്ചിരിക്കുന്നത്. 4 ആയിട്ട് തിരിച്ചിട്ടുണ്ട്. പിന്നെ കെയർ ഗീവേഴ്സും ടീച്ചേഴ്സും ഈ 4 പീരീഡിനെ കുറിച്ചും കറക്റ്റായിട്ട് അറിഞ്ഞിരിക്കുക. പിന്നെ കുട്ടികളുടെ ചെറുപ്പത്തിലുള്ള സ്വഭാവങ്ങൾ എങ്ങനെയൊക്കെ ആയിരിക്കുമെന്ന് നമ്മൾ ടീച്ചേഴ്സും കെയർ ഗീവേഴ്സും അറിഞ്ഞിരിക്കുക. ഇത്രയ്ക്കാണ് മിസ് മനസ്സിലായത്. പോയിന്റ്സ് മിസ് പറയുന്നതായിരിക്കും നല്ലത്. ഓക്കെ, ഡോക്ടർ മറിയ മോണ്ടിസോറി ഒരു കുട്ടിയുടെ സ്റ്റേജസ് ഓഫ് ഗ്രോത്ത് അല്ലെങ്കിൽ ഡെവലപ്മെന്റിനെ 2 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, ചൈൽഡ്ഹുഡ് ആൻഡ് അഡൾട്ട്ഹുഡ്. 0 to 12 ഇയേഴ്സ് ആണ് ചൈൽഡ്ഹുഡ്, 12 to 24 ഇയേഴ്സ് ആണ് അഡൾട്ട്ഹുഡ്. ഓക്കെ, ഇതിൽ 0 to 6 ഇയേഴ്സ് ഫസ്റ്റ് പീരീഡ്. ഈ സ്റ്റേജസിനെ വീണ്ടും പീരീഡ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓരോ സ്റ്റേജിനെ 2 പീരീഡ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഏജ് വൈസ് ആണല്ലോ നമുക്ക് പീരീഡ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. സോ 0 to 6 ഫസ്റ്റ് പീരീഡ്, 6 to 12 സെക്കൻഡ്, ആൻഡ് 12 to 18 പാരന്റ്സ് ഏറ്റവും അധികം ടെൻഷൻ അടിക്കുന്ന പീരീഡ് അല്ലെ, ടീനേജ്. അതിന്റെ പീക്കിൽ ഇങ്ങനെ ഇരിക്കുക, ഇങ്ങനെ തീ എടുത്തുകൊണ്ട് പോയ കത്തും, അതുപോലത്തെ ഒരു അവസ്ഥയാണ് 12 to 18. 18 വയസ്സും കഴിയുമ്പോഴേക്കോ സമാധാനമായി, ഒരു വകതിരിവായി എന്നൊക്കെ പറയില്ലേ. 18 to 24 അഡൾട്ട്ഹുഡ്. അപ്പോ നമ്മൾ ഓൾറെഡി നമ്മൾ ഡെവലപ്മെന്റ് സ്റ്റേജസിൽ പലപ്പോഴും പറഞ്ഞിരുന്നു, ഓരോ സ്റ്റേജും നെക്സ്റ്റ് സ്റ്റേജിലേക്കുള്ള സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആണ്. ഇപ്പൊ സ്റ്റെയർ കയറുമ്പോൾ ഏറ്റവും മുകളിലത്തെ സ്റ്റെപ്പിൽ എത്തണമെങ്കിൽ താഴേന്ന് തുടങ്ങണം അല്ലെ, അല്ലാതെ ചാടി ഓടി കയറാനൊന്നും പറ്റില്ല, അല്ലെങ്കിൽ സൂത്രപ്പണിയൊക്കെ ചെയ്യേണ്ടി വരും. പക്ഷെ ഒരിക്കലും കുട്ടികളുടെ വളർച്ച ഏതെങ്കിലും ഒരു പ്രായം സ്കിപ്പ് ചെയ്ത് മുതിർന്ന പ്രായത്തിലേക്ക് പെട്ടെന്ന് ചാടി പോകാനൊന്നും പറ്റില്ല. ഓരോന്നും അങ്ങനെ പടിപടിയായിട്ട് പോകണം. ഓക്കെ, അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ പ്രായത്തിലും നമ്മൾ ശ്രദ്ധിക്കണം. ഇവിടെ ഡോക്ടർ മറിയ മോണ്ടിസോറി ബർത്ത് തുടങ്ങി ഡിവൈഡ് ചെയ്തിരിക്കുന്നെങ്കിലും അമ്മയുടെ വോമ്പിലാകുന്ന ടൈം മാത്രമല്ല, ആ ഒരു കുഞ്ഞിനെ വേണമെന്ന് പാരന്റ്സ് ഡിസൈഡ് ചെയ്യുന്ന ടൈം തുടങ്ങിയ നല്ലൊരു എൻവയോൺമെന്റ് ആയിരിക്കണം. 99%. ഓക്കെ, അപ്പം പാരന്റ്സ്, അച്ഛനും അമ്മയും ഞങ്ങൾക്കൊരു കുഞ്ഞ് വേണമെന്ന് അവരെ ചിന്തിക്കുമ്പോൾ തുടങ്ങി അവർ ആ നല്ലൊരു എൻവയോൺമെന്റ് പ്രിപ്പയർ ആയിരിക്കണം. അത് വളരെ സന്തോഷത്തോടു കൂടിയും വളരെ സ്നേഹത്തോടു കൂടിയും വളരെ കരുതലോടുകൂടിയും വേണം ആ ഒരു പ്രോസസ് തന്നെ നടക്കാൻ. അല്ലാതെ വെള്ളം അടിച്ചിട്ട് വന്ന് ആ ഒരു വയലൻസിൽ
ഭാര്യയുടെ നേരെ കാണിക്കുന്ന ഒരു വയലൻസിൽ ഉണ്ടാകുന്ന ഒരു കുട്ടിയാകരുത് ഒരിക്കലും. അപ്പൊ ആ കാര്യം പാരന്റ്സ് നല്ലപോലെ ചിന്തിക്കണം. ഞങ്ങളൊരു മാറ്റം ഉണ്ടാക്കാൻ ഒരു ടീമായിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു സോഷ്യൽ റീഫോർമേഷൻ എന്നൊക്കെ പറയുന്ന പോലെ അതിന് വേണ്ടിയിട്ട് നല്ലപോലെ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ പല ചലഞ്ചസും ഉണ്ട്. അതായത് പലപ്പോഴും റിലീജിയസ് വൈസ് പ്രീ മാരിറ്റൽ കൗൺസിലിങ്ങിനൊക്കെ പല റിലീജിയനിലും അതിനുള്ള പ്ലാറ്റ്ഫോമുകൾ ഉണ്ട് അല്ലെ. വളരെ നല്ല കാര്യം. ചിലയിടങ്ങളിൽ മാത്രമാണ് അത് നല്ല രീതിയിൽ നടക്കുന്നത്. ചിലയിടങ്ങളിൽ ആ സർട്ടിഫിക്കറ്റ് കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു സർട്ടിഫിക്കറ്റ് പള്ളിയിൽ നിന്ന് അല്ലെങ്കിൽ അമ്പലത്തിൽ നിന്ന് എന്താണോ ആ ഇത് കിട്ടണം, അതിന് വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു വഴിപാട് പോലെ ചെയ്യുന്ന രീതിയുണ്ട്. അങ്ങനെ ചെയ്യാതെ അത് വളരെ സീരിയസ് ആയിട്ട് നല്ല രീതിയിൽ നമ്മൾ എടുക്കാൻ വേണം. അത് പ്രൊവൈഡ് ചെയ്യുന്നവർ നല്ല രീതിയിൽ കൊടുക്കാൻ വേണം. അതുപോലെ തന്നെ ഒരു കുട്ടി വേണം ഞങ്ങൾക്ക് എന്ന് ഈ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ചിന്തിക്കുമ്പോ തന്നെ ഇതുപോലൊരു സെഷനും കൂടെ അവർക്ക് കൊടുക്കണം എന്നാണ് പറയുന്നത്. കാരണം ഒരു കുഞ്ഞ് ജന്മം എടുക്കേണ്ട ആ ഒരു പ്രോസസ് നടക്കുന്ന ആ ഒരു സമയത്ത് തന്നെ നല്ല രീതിയിലൊരു എൻവയോൺമെന്റ് ആയിരിക്കണം അവിടെ ഉണ്ടായിരിക്കും എന്നാണ് പറയുന്നത്. അല്ലാതെ കുട്ടി ജനിച്ചു കഴിഞ്ഞു, കുട്ടിയുടെ ചൈൽഡ്ഹുഡ് വളരെ മോശമായി, അത് കഴിഞ്ഞിട്ട് കുട്ടി വലുതാവുമ്പോ ശരിയാക്കി എടുക്കാം, ഒരിക്കലും അത് പറ്റില്ല. ഒരിക്കലും പറ്റില്ല. വല്ലാതെ മുരടിച്ചിട്ടുണ്ടാവും ആ കുട്ടിയുടെ പല അവസ്ഥകളും. എന്താണ് ഞാൻ നിങ്ങളുടെ വശത്തോട് പറഞ്ഞതെന്ന് എനിക്കറിയില്ല. വളരെ റിച്ച് ആയിട്ടുള്ള ഒരു ഫാമിലി, ഒറ്റ കുട്ടി, ഒറ്റ മോൻ. പക്ഷെ ഒരു 10 വയസ്സില് സെക്ഷലി അബ്യൂസിന് ഇരയാകുകയാണ്. അതും വീട്ടിൽ വെച്ച് പുറത്തുനിന്ന് വന്ന ഒരാള്. അത് അമ്മ അറിഞ്ഞിട്ടില്ല. പുറത്തൂടെ നടന്നു പോയപ്പോ പിടിച്ചുകൊണ്ട് പോയിട്ട് എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നു. അതും ആ അമ്മോട് കുട്ടി പറയുന്നില്ല. അമ്മോട് പറയുന്ന പറഞ്ഞാൽ അമ്മയായിട്ട് ആ ഒരു അടുപ്പം കുട്ടിക്കില്ല. അതിൻ്റെതായ പല മാനസിക പ്രശ്നങ്ങളും വൈകല്യങ്ങളുമായിട്ട് വളരുവാണ്. നോക്കൂ, നല്ല ക്യാഷ് ഉണ്ട്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ ഈ ഇൻസിഡന്റ് കാരണം വളരെയധികം മാനസിക പ്രശ്നങ്ങളും വൈകല്യങ്ങളുമായിട്ട് വളരുന്ന ഒരു കുട്ടി. കുറെ വർഷങ്ങൾക്ക് ശേഷം ഞങ്ങൾ തമ്മിൽ പരിചയപ്പെടാനിടയായി. അപ്പോ ആ ഇൻസിഡന്റ്, ആ 10 വയസ്സുള്ള കുട്ടി ആ ഇൻസിഡന്റ് പറയുന്നത് ഒരു 20-23 വയസ്സുള്ള സമയത്ത് എന്നോടാണ്. അതുവരെയും ഒരു വ്യക്തിയോടും ഷെയർ ചെയ്തിട്ടില്ല. അപ്പൊ അങ്ങനെ ആ ബുദ്ധിമുട്ടിലോട് കടന്നുപോയ കാര്യം ആഫ്റ്റർ 10 years 23 years ആകുമ്പോ പറയാന്ന് പറയുമ്പോ 10 years തുടങ്ങി 23 years വരെ അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ട്, അത് വളരെ സ്ട്രെസ്ഫുൾ ആണല്ലേ. അപ്പോ പിൽക്കാലത്ത് എനിക്ക് പാരന്റ്സിനോട് സംസാരിക്കേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യം വന്നു. അപ്പൊ ഞാൻ ഈ കാര്യം അവരോട് പറഞ്ഞു. അപ്പൊ പാരന്റ്സിന്റെ ഭാഗത്തു നിന്നുള്ള റെസ്പോൺസ് എനിക്ക് അവരെ എടുത്തിട്ട് അലക്കാൻ തോന്നി. സത്യം പറഞ്ഞു കഴിഞ്ഞാല് എനിക്ക് അങ്ങനെ ദേഷ്യം ആരോടും വരുന്നതല്ല, പക്ഷെ എനിക്ക് ഭയങ്കര ദേഷ്യം വന്നു. അച്ഛൻ പറഞ്ഞത് ഞാൻ ഗൾഫിലായിരുന്നു, കൈ കഴുകിയല്ലോ, ഞാൻ ഗൾഫിലായിരുന്നു. അമ്മ പറയണത് അവന്റെ അങ്കിൾ അല്ലെങ്കിൽ കൊച്ചന്മാരോടാണല്ലോ അവനെല്ലാം ഭയങ്കര കൂട്ടം, അപ്പൊ അവരോടല്ലേ ഷെയർ ചെയ്യണ്ടേ. അപ്പൊ ഒരു അമ്മ കൊടുക്കേണ്ട കരുതലും സ്നേഹവും അവിടെ കിട്ടാത്തതുകൊണ്ടാണല്ലോ അമ്മോട് ആ കുട്ടി അത് പറയാതിരുന്നത് അല്ലേ. എനിക്ക് അവരോട് ഒരു മറുപടിയും പറയാനുണ്ടായില്ല. ഞാൻ അവിടെ നിർത്തി എന്നുള്ളത് തന്നെയാണ്. സ്റ്റിൽ ഹി ഈസ് സ്ട്രഗ്ലിംഗ് എന്നുള്ളത് തന്നെയാണ് അത്. പക്ഷെ മാക്സിമം നമ്മളെ കൊണ്ട് കിട്ടുന്ന ഒരു സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. 50 വയസ്സിലെത്തി നിൽക്കുന്ന ഒരു വ്യക്തിയുടെ കാര്യം ഞാൻ പറഞ്ഞത്. അപ്പോ അതാണ് നമ്മൾ ശരിക്കും ശ്രദ്ധിക്കണം. അപ്പോ അത് ചിലപ്പോ അമ്മയുടെ അത്രയും ഡ്യൂട്ടിയായി പോകുന്ന സിറ്റുവേഷൻസ് വരാറുണ്ട്. അവിടെ അമ്മ സ്ട്രഗിൾ ചെയ്യണം. രണ്ടുപേരുടെ എന്താ പറയാ റോൾ എടുക്കാൻ. അവിടെ മത്സരിക്കുകയല്ല ചെയ്യേണ്ടത്. നിങ്ങൾ ചെയ്യുക, അല്ലെങ്കിൽ ഞാൻ എനിക്ക് എന്റെ മാത്രം കുട്ടിയല്ല. നമ്മൾ മത്സരിച്ചിട്ട് കാര്യമില്ല. കാരണം കുട്ടികളുടെ ഫ്യൂച്ചറാണ്. ഒരു സൈഡ് വീക്ക് ആണെങ്കിൽ നമ്മൾ സ്ട്രോങ് ആവണം. അല്ലെങ്കിൽ അമ്മയെല്ലാം ശ്രദ്ധിക്കുന്നെങ്കിൽ അച്ഛൻ സ്ട്രോങ് ആവണം. അമ്മ സ്ഥലത്തില്ലെങ്കിൽ അച്ഛൻ തന്നെ ആ റോൾ എടുക്കുന്ന എത്രയോ നല്ല അച്ഛന്മാരുണ്ട്. അല്ലെങ്കിൽ അച്ഛൻ സ്ഥലത്തില്ലെങ്കിൽ ആ റോൾ എടുക്കുന്ന എത്രയോ അമ്മമാരുണ്ട്. അല്ലെങ്കിൽ ഒരാളെ നഷ്ടപ്പെട്ടു പോയിട്ടുള്ളതാണെങ്കിൽ ഒരാളെ റോൾ എടുക്കും. അല്ലെങ്കിൽ ബ്രോക്കൺ ഫാമിലി ആണെങ്കിൽ നല്ല രീതിയിൽ കുഞ്ഞുങ്ങളെ കുട്ടികളുടെ കാര്യത്തിൽ രണ്ടുപേരും ഒരുമിച്ച് നിൽക്കുന്ന എത്രയോ സിറ്റുവേഷൻസ് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഒരാളെ ബ്ലെയിം ചെയ്ത് അല്ലെങ്കിൽ ജസ്റ്റിഫൈ ചെയ്തൊന്നും ഈ കാര്യങ്ങൾക്കൊന്നും
പറഞ്ഞിട്ട് കാര്യമില്ല. ഇതിനപ്പോ ആ ടൈമില് കറക്റ്റ് സൊല്യൂഷൻ ആ ഒരു സോർട്ട് ഔട്ട് ചെയ്യാന്നുള്ളതാണ്. ആക്ച്വലി എനിക്ക് കുറെ കാര്യങ്ങൾ പറയണമെന്നുണ്ട്. ഈ തൊണ്ടയുടെ പ്രശ്നം കൊണ്ട് പറ്റണ്ടേ, ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഉണ്ടെന്ന് തന്നെ പറയാം. 60 വയസ്സായാലും മരിക്കുന്നവരെയും ആ ഒരു ട്രോമയിൽ നിന്നും പുറത്തു കിടക്കാനാകാതെ പല മാനസിക പ്രശ്നങ്ങളായിട്ട് ജീവിക്കുന്ന, ചിലപ്പോ മെഡിസിൻ എടുക്കേണ്ട അവസ്ഥയിലേക്ക് പോകുന്ന പല ആൾക്കാരും ഉണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ചിലപ്പോ ഈ ഒരു പ്രശ്നം കൊണ്ട് മാരേജ് ലൈഫ് തന്നെ സക്സസ് ആവാത്ത എത്രയോ മനുഷ്യരുണ്ട്. ഒരാള് പറഞ്ഞ ഒരു കാര്യമാണ് എന്നോട്, മിസ്സസ് മാം ഒരു കുട്ടികളുടെ ഇടയിൽ അല്ലെങ്കിൽ പാരന്റ്സിന്റെ ഇടയിലൊക്കെ ഇന്റർവെൻഷൻസും ക്ലാസ്സസും എടുക്കുന്ന ഒരാളല്ലേ, ഒന്ന് പാരന്റ്സിനെ പറഞ്ഞൊന്ന് മനസ്സിലാക്കൂ. കുട്ടികളുടെ മുന്നിൽ വെച്ച് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ഒരിക്കലും കുട്ടികളുടെ മുന്നിൽ വെച്ച് ചെയ്യരുത്. നമ്മള് സ്നേഹം കാണിക്കുക, അടുപ്പം കാണിക്കുക, അതൊക്കെ ഓക്കെ. അതിനപ്പുറത്തേക്ക് പോകുന്ന കാര്യങ്ങൾ ഒരിക്കലും കുട്ടികളുടെ മുന്നിൽ വെച്ച് ചെയ്യരുത്. കാരണം അതിന്റെ ഒരു 60-65 വയസ്സിൽ ഒരാൾ പറഞ്ഞിട്ട് അതിന്റെ ട്രോമ അനുഭവിക്കുന്ന വ്യക്തിയാണ് ഞാൻ. എനിക്ക് എന്റെ മാരേജ് ലൈഫ് ഒട്ടും സക്സസ് ആയിട്ടില്ല. കാരണം അച്ഛന്റെയും അമ്മയുടെയും കൂടെ ചെറുപ്പത്തിൽ ഞാൻ കിടന്നുറങ്ങിയപ്പോൾ ഞാൻ കണ്ട ഒരു സീൻ, ഞാൻ കണ്ട ഒരു ശബ്ദം, ഞാൻ കേട്ട ഒരു ശബ്ദം എനിക്ക് എന്റെ മാരേജ് ലൈഫ് വന്നപ്പോ എന്നെ അത് ട്രോമറ്റൈസ് ചെയ്തു. എനിക്ക് അതിൽ നിന്ന് പുറത്തു വരാൻ പറ്റുന്നില്ല. അപ്പൊ ദയവ് ചെയ്ത് മാം പാരന്റ്സിനെ അവയർ ഉണ്ടാക്കുക. കുട്ടികളെ എങ്ങനെ അവര് ശ്രദ്ധിക്കണം എന്നുള്ളത് പാരന്റ്സിൽ അവയർ ഉണ്ടാക്കുന്ന അയാളിനോട് റിക്വസ്റ്റ് ചെയ്യായിരുന്നു. നമ്മൾ ആ കാര്യത്തെ കുറിച്ചൊക്കെ വളരെയധികം ബോധേഡ് ആയിരിക്കണം. ഓക്കെ, മോണ്ടിസോറി ഈ പീരീഡ് എല്ലാമായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് മോണ്ടിസോറി പറയുന്നുണ്ട് ഓരോ പീരീഡിനും ഓരോ ഗോൾ ഉണ്ട്, ഓരോ ഡെവലപ്മെന്റ് ഉണ്ട്. കുട്ടികളുടെ ഇന്നർ ഗൈഡ് ആണ് കുട്ടിയെ ഓരോരോ സ്റ്റേജിലേക്ക് കൊണ്ടുപോകുന്നത്. ആ ഇന്നർ ഗൈഡ് വെച്ചിട്ടാണ് ഇപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജഗ്ഗിൽ നിന്നും കുട്ടി വെള്ളം ഒഴിക്കുമ്പോൾ ഫസ്റ്റ് ടൈം ആ ഒരു ആക്ടിവിറ്റി ചെയ്യുമ്പോൾ കുറെ സ്പിൽ ഔട്ട് ചെയ്ത് പോയിട്ടുണ്ടാകാം. നമ്മളുടെ ഒരു കരുതൽ ആ സമയത്ത് കുട്ടിയെ നെക്സ്റ്റ് ടൈം ചെയ്യുമ്പോൾ നല്ല രീതിയിൽ ചെയ്യാനായിട്ട് സപ്പോർട്ട് കൊടുക്കും. നമ്മൾ പറയും സാരില്ല, ഇങ്ങനെ ചെയ്താൽ മതി, അല്ലെങ്കിൽ ഈ തുണി എടുത്ത് നീ അവിടെ നിന്ന് തുടച്ച് ക്ലീൻ ചെയ്തോളൂ എന്ന് പറയുമ്പോൾ അവന് ഹാപ്പി ആവും. അത് നമ്മള് ഷൗട്ട് ചെയ്യോ പണിഷ്മെന്റ് കൊടുക്കുകയോ ചെയ്തിട്ടില്ല. അപ്പൊ കുട്ടി രണ്ടാമത് ചെയ്യുമ്പോൾ പ്രീവിയസിന്റെ എക്സ്പീരിയൻസ് ആയിരിക്കും അവനെ ഗൈഡ് ചെയ്യുന്നത്. എപ്പോഴും ഇന്നർ ഗൈഡ് ആണ് ഗൈഡ് ചെയ്യുന്നത്. നമുക്കും അങ്ങനെ തന്നെയല്ലേ. അതായത് നമ്മൾ പറയില്ല ഒരു ഉൾവിളി അങ്ങനെ വന്നതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തു, അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് പോയി, അല്ലെങ്കിൽ ഞാനത് വേണ്ടെന്ന് വെച്ചു. ഇതുപോലെ തന്നെ കുഞ്ഞുങ്ങളിലും ഇന്നർ അർജസ് ഉണ്ട്. ഐ എം സോറി, എന്റെ ശബ്ദം വളരെ മോശമാണ്. ഓക്കെ ഓക്കെ അപ്പൊ അങ്ങനെ ഓരോ പീരീഡിലും പറയും ചില കാര്യങ്ങള് കുട്ടികൾ ഡൗട്ട്സ് ചോദിക്കും. അവരുടെ ഏജിന് അപ്രോപ്രിയേറ്റ് ആയിട്ട് വളരെ മനോഹരമായിട്ട് അമ്മമാര് അല്ലെങ്കിൽ പാരന്റ്സ് അല്ലെങ്കിൽ ആരാന്ന് വെച്ചാൽ അവര് പറഞ്ഞു കൊടുക്കും. കുട്ടി മുതിർന്നു വരുമ്പോ ആ കാര്യങ്ങൾ അവര് കുറച്ചുകൂടെ കുട്ടിക്ക് ഡൈജസ്റ്റ് ആവുന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കും. ഞാൻ എവിടെ നിന്ന് വന്നു, ഞാൻ എങ്ങനെ ഉണ്ടായി എന്നൊക്കെ വളരെ ചെറിയ പ്രായത്തിൽ ചോദിക്കുമ്പോൾ അത് വളരെ കുട്ടിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു മറുപടി കൊടുക്കും അല്ലെ. അതേസമയം മിണ്ടാതെ ദൂരെ പോ, ചോദിക്കേണ്ട പ്രായമാണോ, അങ്ങനെയില്ല. ആ സമയത്ത് കുട്ടിക്ക് എന്താണോ മനസ്സിലാകുന്നത് ആ രീതിയിൽ തന്നെ നമ്മൾ മറുപടി കൊടുക്കും. ഇറ്റ് ഡിപ്പെൻസ്, നിങ്ങൾക്ക് ക്രിയേറ്റീവായിട്ട് ചെയ്യാം. പക്ഷെ അതേസമയം ഒരു അഡോളസന്റ് ആയിട്ട് എത്തുമ്പോൾ നമുക്കറിയാം കുട്ടി അത് അറിയണം. അപ്പൊ അതിനനുസരിച്ച് അതിനുള്ള മറുപടി കൊടുക്കും. നമ്മൾ കൊടുത്തില്ലെങ്കിൽ അവരത് അന്വേഷിച്ച് വേറെ വല്ല വഴിക്കൊക്കെ പോകും. വേറെ വഴിക്കൊക്കെ പോകുമ്പോൾ പറ്റുന്നത് എന്താണെന്ന് വെച്ചാല് ചെന്ന് വിടുന്നത് റോങ് ആയിട്ടുള്ള സോഴ്സുകളിലായിരിക്കും. അതൊക്കെ എല്ലാവരും ശ്രദ്ധിക്കുക. ഓക്കെ, ഫസ്റ്റ് പീരീഡ് ആരെങ്കിലും ഒന്ന് റീഡ് ചെയ്യൂ. ഫസ്റ്റ് പീരീഡ് ഒന്നുമില്ല, നമ്മള് ഈ ഒരു ലെസണിൽ ആദ്യം പറഞ്ഞ ലോ ഓഫ് നാച്ചുറൽ ഡെവലപ്മെന്റ് തന്നെയാണ്. ഡോക്ടർ മോണ്ടിസോറി നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. പ്ലീസ്. Okay, miss. First period 0 to 6 years. The first period 0 to 6 years is marked by fast and intense changes in the overall development of the child, physically, cognitively, socially, and emotionally. During this period, the child's main purpose is to create himself. During this period, children make use of special sensitives to help themselves in their development of personality. Their development takes place as the predetermined physical patterns unfold with the help of an absorbent
mind and sensitive period of free interaction with their ambience. Using these periods of development, Montessori was able to examine the natural law physics pattern at work in children. She watched the law of work, law of independence, power of attention, development of will, development of intelligence, development of imagination and creativity, development of emotional and spiritual life and stages of growth. എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ ജയശ്രീ? നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ആദ്യത്തെ 0 മുതൽ 6 വയസ്സ് വരെയുള്ള കാലം കുട്ടിയുടെ വളർച്ചയിൽ വളരെ വേഗത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവുന്ന ഒരു കാലമാണ്. ശാരീരികമായും ബുദ്ധിപരമായും സാമൂഹികമായും മാനസികമായും കുട്ടി വളരുന്നു. ഈ സമയത്ത് കുട്ടിയുടെ പ്രധാന ലക്ഷ്യം സ്വയം വികസിക്കുക എന്നതാണ്. കുട്ടികൾ സെൻസിറ്റീവ് പീരീഡ് പ്രത്യേകമായി പഠിക്കാൻ എളുപ്പമുള്ള കാലം ഉപയോഗിച്ച് അവരുടെ വ്യക്തിത്വം വളർത്തുന്നു. ഈ വളർച്ച കുട്ടിയുടെ ഉള്ളിലെ സ്വാഭാവിക ശക്തികൾ, മനഃശക്തി കൊണ്ടാണ് നടക്കുന്നത്. കുട്ടികൾ അവരുടെ പരിസരവുമായി സ്വതന്ത്രമായി ഇടപഴകുമ്പോഴാണ് ഇത് നടക്കുന്നത്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യങ്ങളെല്ലാം തന്നെയാണ് ലോ ഓഫ് വർക്ക്, ലോ ഓഫ് ഇൻഡിപെൻഡൻസ്, അതുപോലെ തന്നെ പവർ ഓഫ് അറ്റൻഷൻ, ഡെവലപ്മെന്റ് ഓഫ് വിൽ, development of intelligence, development of imagination and creativity, moral values development, spiritual life development. ഇതെല്ലാം നമ്മൾ പറഞ്ഞു. 0 to 6 years. നമുക്കറിയാം 3 to 6 years ആണ് അവരുടെ എല്ലാ ഡെവലപ്മെന്റിന്റെ ഫൗണ്ടേഷൻ നല്ല സ്ട്രോങ് ആയിട്ടിടേണ്ട ഒരു ടൈം. കാരണം അവരുടെ മെമ്മറി ഷാർപ്പ് ആവുന്നത് 3 years തുടങ്ങിയിട്ടാണ്. 3 years വരെ ഓർമ്മ ഒന്നും ഉണ്ടാവില്ല, എല്ലാം സബ് കോൺഷ്യസ് മൈൻഡിലായിരിക്കാം. പക്ഷെ മെമ്മറി ഷാർപ്പ് ആവുന്ന ഒരു ഏജ് ആണ് 3 years ഓൺവേർഡ്സ്. ഓക്കെ, സെക്കൻഡ് പീരീഡ്. സെക്കൻഡ് പീരീഡില് ഇൻട്രൊഡക്ഷൻ, ഫിസിക്കൽ ചേഞ്ചസും മെന്റൽ ചേഞ്ചസും ഒരുമിച്ച് ഒന്ന് റീഡ് ചെയ്യണേ ഞാൻ വായിക്കട്ടെ മിസ്സേ? പ്ലീസ്. Second period, 6 to 12 years. In the second period, Montessori examined changes in direction of development and children's focus. Children's focus changes from one of self-creation to the development as social beings. At this stage, children have new powers. In the earlier period, the absorbent, mind and sensitive periods help a child in his development. However, in the second period, these are replaced by what Montessori referred to as psychological characteristics. Changes in the second period are as follows. First one, physical changes. The physical changes are more intense during the 6 to 9 period than that of the 9 to 12 period. Children's teeth fall out and permanent teeth grow in. They have better powers of resistance against diseases. Their physical health is more stable. The muscles develop and children become stronger. Their physical strength and stability gives them great stamina and energy. Second one, mental changes. In the first period, children work with the materials to achieve self-integration. This characteristic is further enhanced in the second period. Children have immense power and are capable of big effort and concentration. Their creative talents are limitless. The children's purpose is the formation of their minds. Children ingest information from the environment, internalize it, and then bring into existing relationship with what is already there. Children are very interested in knowledge during this period. Dr. Maria Montessori wrote, all other factors sink into insignificance beside the importance of feeding the hunger with intelligence and opening vast fields of knowledge to eager exploration. So സെക്കൻഡ് പീരീഡ് 6 to 12 years ആണ്. ദാറ്റ് മീൻസ് നമുക്കറിയാം കുട്ടി ഒരു 1ാം ക്ലാസ് 2ാം ക്ലാസ് അല്ലെ ആ ഒരു ഏജിലേക്ക് പോകുന്ന ഒരു സമയം. കുറെ കൂടെ
കോൺക്രീറ്റ് ഐഡിയാസിൽ നിന്ന് അബ്സ്ട്രാക്ട് ഐഡിയാസിലേക്ക് പോകുന്ന ഒരു പാത്താണ്. പിന്നെ ഈ ഒരു സമയത്താണ് ക്രിയേറ്റിവിറ്റി കുറച്ചുകൂടി ഇമ്പ്രൂവ് ആകുന്നത്. നമുക്കറിയാം സ്കൂളുകളിൽ എക്സിബിഷൻ, സയൻസ് എക്സിബിഷനുകൾ ചെയ്യുമ്പോഴേക്കും ചില കുട്ടികൾ വളരെ ക്രിയേറ്റീവ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യും. അപ്പൊ ഇതിൽ തന്നെ നമുക്ക് ഈ ഒരു 10 years 11 years ഒക്കെ സമയമാകുമ്പോൾ കുട്ടികൾ ഭയങ്കര ക്രിയേറ്റീവ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാനായിട്ടുള്ള വളരെയധികം ശ്രമം നടത്തും. നമുക്കറിയാം സ്ഫടികം മൂവിയില് മോഹൻലാലിന്റെ ഒരു ബാല്യകാലം ചെയ്യുന്ന ഒരു പയ്യൻ ഈ ഒരു ടൈമിൽ 11, 12, 13 ആ ഒരു ഇയേഴ്സിലാണ് ഇങ്ങനെ ക്രിയേറ്റീവ് ആയിട്ട് ശരിക്കും അവനൊരു എഞ്ചിനീയർ ആയി മാറേണ്ടവനായിരുന്നു അല്ലെ. അതുപോലെ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. സ്കൂളിലെ ബെല്ല് എന്തൊക്കെയോ കുറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ അത് പക്ഷെ അവന്റെ അച്ഛൻ ആണ് അവിടെ തടസ്സം നിന്നത് അവന്റെ ആ ഡെവലപ്മെന്റ്. അങ്ങനെ ആ കുട്ടിയുടെ ലൈഫ് തന്നെ മാറുവാണ്, അവനൊരു തെമ്മാടിയായി മാറുന്ന ഒരു ഇതാണ് നമ്മൾ ആ കഥയിൽ കാണുന്നത്. തോമസ് ചാക്കോ എന്നുള്ള സ്റ്റുഡന്റ് അവന്റെ ലൈഫ് മാറുന്നത് അത് അവന്റെ സ്വന്തം അച്ഛൻ അധ്യാപകനായിരുന്ന ചാക്കോ മാഷ് കാരണം സംഭവിക്കുന്നത്. ഓക്കെ, അപ്പൊ അദ്ദേഹം ഒരു പാരന്റുമായിരുന്നു, ഒരു ടീച്ചറുമായിരുന്നു. പക്ഷെ ഒരു പാരന്റിന്റെയോ ടീച്ചറിന്റെയോ ശരിയായ ഒരു സപ്പോർട്ട് ആ കുട്ടിക്ക് കിട്ടിയിട്ടുമില്ല. അപ്പൊ ഈ ഒരു പ്രായത്തിൽ ഇവരുടെ മൈൻഡ് വളരെയധികം ക്രിയേറ്റീവ് ആയിരിക്കും. അവരിങ്ങനെ ക്രിയേറ്റീവായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് നോക്കും. അപ്പൊ അവരുടെ ക്രിയേറ്റിവിറ്റി അതിൽ നിന്ന് നമുക്ക് മനസ്സിലാവും ഇവരുടെ പൊട്ടൻഷ്യൽ ഏത് ഏരിയയിലാണെന്ന് മനസ്സിലാവും. ചിലര് പ്രോബ്ലം സോൾവിങ് ആയിരിക്കും, ലോജിക്കൽ തിങ്കിങ് ആയിരിക്കും, മാത്സിന്റെ ഏരിയയിലായിരിക്കും, ചിലർ സയൻസിലായിരിക്കും, ചിലർ ലാംഗ്വേജിലായിരിക്കും. വ്യത്യാസങ്ങളുണ്ടാവും. പിന്നെ അവരുടെ ഫിസിക്കൽ ചേഞ്ചസ് നമുക്കറിയാം. ഇത് പല്ല് കഴിഞ്ഞ് പുതിയ പല്ല് വരുന്നത് അല്ലെ, ആ ഒരു മിൽക്കി ടീത്ത് ഒക്കെ പോയിട്ട് അവർക്ക് പെർമനന്റ് ടീത്ത് ഒക്കെ വരുന്നത്. പിന്നെ അതുപോലെ തന്നെ അവരുടെ ബോഡിയിലെ ചേഞ്ചസ് വരും, മസിൽസ് എല്ലാം ഡെവലപ്പ് ചെയ്യും. ഫിസിക്കൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് അങ്ങനെയുള്ള ഗ്രൂപ്പ് പ്ലേ ഒക്കെ അവർക്ക് ഇഷ്ടമായിരിക്കും. ക്രിക്കറ്റ്, ഫുട്ബോൾ അങ്ങനെയുള്ള കളികൾ നമ്മൾ കാണാം. പി ടി പീരീഡ് വേണം എന്ന് പറഞ്ഞ് ഈ ഒരു ഏജിലുള്ള പിള്ളേര് ഭയങ്കര വേളായിരിക്കും. പിന്നെ മെന്റൽ ഏജസ്, വില്ല് നല്ല രീതിയിൽ പേഴ്സണാലിറ്റി നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്യുന്ന ഒരു സമയമാണ്. അതിനുള്ളൊരു പവറും കപ്പാസിറ്റിയും ഈ ഒരു സമയത്ത് ഉണ്ടായിരിക്കും. നല്ല രീതിയിൽ തന്നെ അവർ നല്ല എഫേർട്ടും കോൺസെൻട്രേഷനും എടുക്കും. അവരുടെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ടാലൻസ് വളരെ ബിയോണ്ട് ദ ബൗണ്ടറി എന്നൊക്കെ പറയുന്ന പോലെ ഇവരില് പല കാര്യങ്ങളെ കുറിച്ചുള്ള ഐഡിയ ഇവർക്ക് നല്ലതുപോലെ വരും. അതായത് ഓണസ്റ്റി, ജസ്റ്റിസ് അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ അവർ നല്ലപോലെ സംസാരിക്കുകയും ചെയ്യും. പിന്നെ ഫ്രണ്ട്ഷിപ്പ്, റിലേഷൻഷിപ്പ് ഇതെല്ലാം നല്ല രീതിയിൽ അവർ മനസ്സിലാക്കുകയും ചെയ്യും. ഈവൻ ദോ ഫാമിലിയുടെ ഒരു യൂണിറ്റ് ആണെങ്കിലും പിയർ ഗ്രൂപ്പിനോട് കൂടി ഇരിക്കാനായിരിക്കും ഒരു കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. പിന്നെ പല കാര്യങ്ങളും അറിയാൻ, ചില കുട്ടികൾക്ക് വണ്ടികളെ കുറിച്ച് അറിയാനായിരിക്കും, ചില കുട്ടികൾക്ക് ചിലപ്പോ സോളാർ സിസ്റ്റത്തെ കുറിച്ച് അറിയാനായിരിക്കും, ചില കുട്ടികൾക്ക് ചെടികൾ എങ്ങനെ വളരുന്നു, ഓരോരോ കാര്യങ്ങളുണ്ടാവും. പിന്നെ പെറ്റ്സിന്റെ പല കാര്യങ്ങളും, അങ്ങനെ പല കാര്യങ്ങളും അറിയാനൊക്കെ, അങ്ങനെ പല പല ഏരിയയിലായിരിക്കും കുട്ടികളുടെ ഇൻട്രസ്റ്റ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. നെക്സ്റ്റ് ക്യൂരിയസ് മൈൻഡും സോഷ്യൽ ചേഞ്ചസും കൂടെ വായിക്കുന്നു. മാം ഞാൻ വായിക്കട്ടെ? യെസ് പ്ലീസ്. Curious mind. As the child's observant mind disappears, a new way of relation to the environment demonstrates. It is the functioning of the environment and the relationship within it, which awakens the children's interest. Children constantly ask questions such as how, when, where, and why. They have developed the higher function required for analysis. Analysis allows children to compare, deduce, and arrive at a conclusion. Social changes. During this period, children follow their independence. They distance themselves from their environment. Children endeavor for further independence in both actions and thoughts. It is important to note that children do not seek to leave their parents, but his role as a child in the family unit. Children are now starting to have friends and form their own peer group outside the family. Children in this age group play social games
and they form new rules, form their own many experience. ഓക്കെ, ഓൾറെഡി നമ്മൾ പറഞ്ഞിരുന്നല്ലേ, അവര് ഫാമിലിയുടെ ഒരു യൂണിറ്റ് ആണ്. പക്ഷെ എന്നാലും കൂടുതൽ ഫ്രണ്ട്സ് ഉണ്ടാക്കാനും അവരുമായിട്ട് ഗ്രൂപ്പ് പ്ലേ, അങ്ങനെ സോഷ്യൽ ഗെയിംസ്, അതിനൊക്കെ താല്പര്യം ഉണ്ടായിരിക്കും. പിന്നെ അതുപോലെ തന്നെ ക്യൂരിയോസിറ്റി, WH ക്വസ്റ്റ്യൻസ് നിറയെ ചോദിക്കും അല്ലെ. ഹൗ, വെൻ, വെയർ ആൻഡ് വൈ. അവർക്ക് കറക്റ്റ് ആൻസർ കിട്ടണം. അത് അവർ ആ ഇൻഫർമേഷൻസ് കിട്ടുന്നതിനെ അനലൈസ് ചെയ്ത് അവർ നല്ല നോളജ് ആക്കി വെക്കണം. ആ രീതിയെ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മോട്ടിവേറ്റ് ചെയ്യാൻ തന്നെ വേണം കേട്ടോ. അല്ലെങ്കിൽ അവരുടെ അറിവുകൾ പലതും കംപ്ലീറ്റ് ആവില്ല. ഡെവലപ്മെന്റ് ഓഫ് മോറൽ സെൻസ്, അതൊന്ന് വായിക്കാമോ മുഴുവനും? ഞാൻ വായിക്കാം മിസ്. അത് ഇമാജിനേഷൻ വായിച്ചു. ഓക്കെ മിസ്. Development of moral sense. With new creative capacities, children in this stage have become the inference explorer of the abstract. The children's new interest in the abstract extends to the development of moral sense. Children are now interested in what is right and wrong, what is good and bad. They use the power of reason to come to their own outcome. Children also form the attitude of the behavior of others. Children may seek adult assistance for acceptable behavior. The children's interest in judging behaviors extend to the new interest in justice and compassion for others. Maria Montessori wrote, it is in the 6 years that one may note the beginning of an orientation towards moral questions, towards the judgment of acts. This is preoccupation belongs to an interior sensitivity, the conscience. It is at the age that the concept of justice is born, simultaneously with the understanding of the relationship between one's acts and the needs of others. Another interesting characteristics of children in this stage is their administration for heroes, stars, and great personalities. It is therefore important to help children realize between realistic and unrealistic acts and needs of others. Development of imagination. New powers develop in children, and during this stage, they have the capacity to visualize in the first period. Montessori was concerned with the introduction of fantasy. She was against the introduction of fantasy because she felt that children in the first period need to learn to relate to the reality of life during she felt fantasy. Fable and myths should play a key role in moral understanding and exploration of feeling and emotions. Thank you. ഓക്കെ, സോ ഡെവലപ്മെന്റ് ഓഫ് മോറൽ സെൻസ്, ഇതെല്ലാം തന്നെ നമ്മൾ ചെറിയ പ്രായത്തിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുട്ടികളെ സോഷ്യലൈസ് ചെയ്യുന്നതും അവരുടെ മോറൽ വാല്യൂസ് വരുന്നതും നമ്മൾ പറഞ്ഞു. ഈ ഒരു സമയത്ത് ഇവര് സത്യം, നീതി, അതായത് ഹോണസ്റ്റ്, ട്രസ്റ്റ്, അതുപോലെ ജസ്റ്റിസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പൊ നമുക്ക് ഇപ്പൊ അവരുടെ ഒരു സുഹൃത്തിനെ പറ്റി ഈവൻ പാരന്റ്സ് തന്നെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെടില്ല, അവരതിനെ ചോദ്യം ചെയ്യും അല്ലെ. അങ്ങനെയുള്ള, അല്ലെങ്കിൽ പാരന്റ്സ്, ഇപ്പോഴത്തെ കുട്ടികൾ പ്രത്യേകിച്ചും, പണ്ടത്തെ ഒരു ജനറേഷനൊന്നും മിണ്ടാതിരിക്കും. മുതിർന്നവർ പറയുന്നത് തിരിച്ചു പറയരുതെന്ന് ഇങ്ങനെ പണ്ട് തുടങ്ങിയതിനെ കേട്ട് 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 മിണ്ടാതിരിക്കുന്ന ഒരു തലമുറ ഉണ്ടായിരുന്നു. പക്ഷെ അങ്ങനെയല്ല. ടീച്ചേഴ്സ് പറഞ്ഞാലും മുതിർന്ന ആളുകൾ പറഞ്ഞാലും അവരതിനെ ചോദ്യം ചെയ്യും. ആ ഒരു രീതിയിൽ അവരുടെ കോൺസൈൻസ്, അവരുടെ മനസാക്ഷിനെ ഹാർട്ട് ചെയ്യുന്ന രീതിയിൽ, അല്ലെങ്കിൽ അതിന് ഒട്ടും സമ്മതമല്ലാത്ത രീതിയിലുള്ള കാര്യങ്ങൾ, അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അവർ ഡെഫിനറ്റ്ലി അതിനെ ക്വസ്റ്റ്യൻ ചെയ്യും. അതുപോലെ തന്നെ ഇവർക്ക് സൂപ്പർ ഹീറോസിനെ ഭയങ്കര ഒരു റോൾ മോഡൽ ആക്കി വെക്കുന്ന ഒരു ഫീലുണ്ട്. അത് പലപ്പോഴും റോങ് വേയിലേക്ക് പോകും. കാരണം ഇപ്പോഴത്തെ മൂവീസിലൊക്കെ കാണുന്ന ഹീറോസിനൊരു വില്ലൻ പരിവേഷമാണ് അല്ലെ. ആ രീതിയിൽ ഗ്ലോറിഫൈ ചെയ്യുവാണ് പലപ്പോഴും വില്ലൻ പരിവേഷത്തിലാണ് സൂപ്പർ ഹീറോസിനെ ഗ്ലോറിഫൈ ചെയ്യുന്നത്. കംപ്ലീറ്റ് വയലൻസ്, ഇൻ ബിറ്റ്വീൻ അവർ കുറെ സ്മോക്ക് ചെയ്യുന്ന കാണിക്കും, ഡ്രിങ്ക്സ് യൂസ് ചെയ്യുന്ന കാണിക്കും, അത് അനദർ സബ്സ്റ്റൻസ് യൂസ് ചെയ്യുന്നതൊക്കെ കാണിക്കും. ഇവരുടെ ധാരണ സൂപ്പർ ഹീറോ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. ആ ഒരു രീതിയിൽ ഇവരും അത് ഫോളോ ചെയ്യാനായിട്ടുണ്ട്. ഞാനൊരു ഇന്റർവെൻഷൻ നടത്തുന്ന ഒരു അഡോളസന്റ് ഗ്രൂപ്പില് ഒരു ബോയ് മൂക്ക് കുത്തിയേക്കുന്നു. അന്ന് അത് ആദ്യമായിട്ട് ഞാൻ കാണുന്നത് ഒരു ആൺകുട്ടിയിൽ കാണാം കേട്ടോ.
ഇപ്പൊ പലയിടത്തും ബോയ്സ് മൂക്കുകുത്തിയും കാണുന്നുണ്ട്. പക്ഷെ അന്ന് ഞാൻ ആദ്യം കാണാറ്. അപ്പൊ ആ കുട്ടിയുടെ ഫോളോ ചെയ്യുന്ന ഒരു റിലീജിയസ് ബിലീഫ് അനുസരിച്ച് അങ്ങനെ പ്രിക്ക് ചെയ്യാൻ പാടില്ല. സ്കൂളും അതുപോലെ ഒരു മാനേജ്മെന്റ് ആയിരുന്നു. അപ്പൊ സ്കൂളിലെ മാനേജ്മെന്റും ടീച്ചർമാരും എങ്ങനെയൊക്കെ ശ്രദ്ധിച്ചിട്ടും അവൻ അനങ്ങുന്നേ ഇല്ല. അവനെ കുത്തിയത് മാറ്റിയിട്ടില്ല. അപ്പം പിന്നെ ടാറ്റൂവും ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ഞാനിങ്ങനെ പതുക്കെ ഇങ്ങനെ അടുത്ത് വിളിച്ച് കാഷ്വലി ഇങ്ങനെ സംസാരിച്ച്, എനിക്ക് മൂക്കുത്തി ഉണ്ടല്ലോ, ഞാനിങ്ങനെ മൂക്കുത്തിയുടെ കാര്യമൊക്കെ അതിനോട് ചോദിച്ചു, എവിടുന്നാ വാങ്ങി അങ്ങനെ ഇങ്ങനെ ചോദിച്ചു സംസാരിച്ചിരുന്നപ്പം ഞാൻ ചോദിച്ചു, സാധാരണ സ്ത്രീകളിലാണ് മൂക്കുത്തി കണ്ടിട്ടുള്ളത്, ഇത് ചെയ്യാനുള്ള കാരണം എന്താന്ന് ചോദിച്ചു. അപ്പോഴാണ് പറഞ്ഞത്, ഏത് പാട്ടുകാരൻ ആരാന്ന് എനിക്ക് ഓർമ്മയില്ല, പേരെനിക്ക് ഓർമ്മ കിട്ടുന്നില്ല, പാതി പാകിസ്ഥാനി പകുതി അമേരിക്കയിലോ അങ്ങനെ കണ്ട, അച്ഛനോ അമ്മയും പാകിസ്ഥാൻ അമേരിക്ക അങ്ങനെ എന്തോ ആണ്, പേര് ഓർമ്മയില്ല കേട്ടോ. ആളെ ഫോളോ ചെയ്തിട്ടാണ് കക്ഷിയിൽ മുഴുവൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഞാൻ ആ ഒരു ഏജിലുള്ള പിള്ളേര് മുഴുവനും ഈ ഒരു സിംഗറെ ഫോളോ ചെയ്യുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഞാൻ പറഞ്ഞു, ഇങ്ങനെ റോൾ മോഡലൊക്കെ കൊള്ളാം, പക്ഷെ നമുക്കിത് ചില സാഹചര്യങ്ങളിൽ നമുക്കിത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമുക്കിത് വേണോ എന്ന് ചോദിച്ചു. അവൻ എന്നെ നോക്കി ചിരിച്ചു കേട്ടോ. പക്ഷെ പിറ്റേ ദിവസം അവൻ ക്ലാസ് വന്നപ്പോ അത് ഊരി വെച്ചിട്ടാ വന്നേ. അവൻ എപ്പോഴെങ്കിലും അവന് താല്പര്യമുള്ള സമയത്ത് എടുത്ത് ഇടുമായിരിക്കും, പക്ഷെ എന്നാലും സ്കൂളിൽ വന്നപ്പോ അവൻ മൂക്കൂത്തി ഊരി വെച്ചിട്ട് വന്നു. ഞാൻ ആഴ്ചയിൽ ഒരിക്കലാണ് ആ സ്കൂളിൽ പോകുന്നത്. എന്നോട് അവിടുത്തെ പ്രിൻസിപ്പലും ടീച്ചർമാരും ചോദിച്ചു, ടീച്ചർ എന്ത് മാജിക്കാ പ്രയോഗിച്ചെന്ന് ചോദിച്ചു. ഞാനൊന്നും പ്രയോഗിച്ചൊന്നുമില്ല, വെറുതെ സംസാരിച്ചു. അവനോട് മാറ്റാനൊന്നും ഞാൻ പറഞ്ഞൊന്നുമില്ല എന്ന് പറഞ്ഞു. പിറ്റേ ദിവസം അവൻ മൂക്കുത്തി ഇല്ലാതെ വന്നത്. ഇപ്പോഴത്തെ അവസ്ഥ എനിക്കറിയില്ല കേട്ടോ. ചില കുട്ടികൾക്ക് ഭയങ്കര മടിയായിരിക്കും. മൂക്കുത്തി ആവട്ടെ, ഈ കമ്മലാവട്ടെ, ഇവിടെ പിള്ളേർക്ക് നമ്മളിങ്ങനെ കാത് കുത്താറുണ്ട്. ഈ ഉപനയനം ആ സമയത്ത് നമ്മൾ 6 മാസത്തിൽ കുത്തും പിള്ളേർക്ക്. പിന്നെ ഇവരിപ്പോ എന്നെ പറയും, ഇത് വേണ്ട അമ്മ, എല്ലാ ക്ലാസ്സിൽ കളിയാക്കും എന്നൊക്കെ പറയും. അതൊരു ചടങ്ങായിരുന്നു ശരിക്കും. അപ്പൊ അങ്ങനെ ചിലവർക്ക് ഭയങ്കര മടിയാണ്. 2 കാതിലും കുത്തു വിജയശ്രീ? 2 കാതിലും കുത്തും മിസ്. ഇപ്പൊ അങ്ങനെയാണ്. ചിലവര് ഒരു കാതില് മാത്രം കുത്തുന്നവരും ഉണ്ട്. അത് ഫാഷൻ ആയിട്ട്. ഇപ്പൊ അങ്ങനെയല്ല മിസ്സേ, ഈ പശുവിനൊക്കെ മൂക്കേറി ഇടില്ല, അതുപോലെ. ഇതങ്ങനെയല്ല മിസ്. ഇത് ഉപനയനം കഴിയുന്നവരെ ആൺകുട്ടി പെൺകുട്ടി എന്നുള്ളൊരു വേർതിരിവില്ല. അങ്ങനെയാണ്, അതെന്തോ ശാസ്ത്രമുണ്ട് മിസ്. അപ്പൊ അങ്ങനെ ഇപ്പൊ എല്ലാരും ഒരു കാത് കുത്തുന്നുണ്ട് ആൺകുട്ടികള്. മൂക്കുത്തിനെ ഞങ്ങൾ കണ്ടിട്ടില്ല മിസ്. പക്ഷെ ഇത് മുടി വളർത്തുന്നുണ്ട്. അപ്പൊ വ്യത്യാസമൊന്നുമില്ല. ഞാന് ലക്ഷ്മി ജ്വല്ലറി പോയി മൂക്കൂത്തി വാങ്ങാനായിട്ട് പോയപ്പോഴേ സ്റ്റോക്ക് ഇല്ല, തീർന്നു പോയി, കുറച്ചേ ഉള്ളൂ. അപ്പൊ ഞാൻ ചോദിച്ചു, എന്താ മൂക്കൂത്തി ഇങ്ങനെ തീർന്നു പോയെന്ന് ചോദിച്ചാൽ പറയാ, ഇപ്പം ചെക്കന്മാരല്ലേ മൂക്കൂത്തുന്നത്, അവരെല്ലാം വന്ന് വാങ്ങിച്ചോണ്ട് പോയിന്ന് പറയുമായിരുന്നു. എന്റെ ഹസ്ബൻഡ് ഈ പറയുന്ന പോലെ ഒരു ചെവിയിൽ ചെയ്തിട്ടുണ്ട്. അത് കണ്ടിട്ട് തന്നെ എല്ലാരും ഭയങ്കര അതിശയായിരുന്നു. കാരണം വെച്ചാല് വലിയൊരു ഓഫീസർ കമ്മലിട്ടോണ്ട് ഇങ്ങനെ ഓഫീസിൽ പോകുന്നൊക്കെ ചോദിച്ചിട്ട് മുടിയൊക്കെ കളർ ചെയ്ത് പോയിട്ട് ആള് എന്റെ ഫ്രണ്ട്സിനോട് ചോദിക്കായിരുന്നു, ജിഷിന്റെ ഹസ്ബൻഡിനെ സമ്മതിക്കുന്നത്. കാരണം ഒരു പൊസിഷനിൽ ഇരിക്കുമ്പോ മീറ്റിങ്ങിലൊക്കെ പങ്കെടുക്കണ്ടല്ലേ, ഈ കമ്മലൊക്കെ ഇട്ട് അങ്ങനെ പോകുന്നു. പക്ഷെ കുട്ടികളുടെ ഇപ്പൊ ജേസി പറഞ്ഞത് ഒരു കസ്റ്റമിന്റെ ഭാഗമായിട്ട് അത് ഞാൻ മനസ്സിലാക്കണം. പക്ഷെ ചില ജോബിനൊക്കെ പോകുമ്പോ അതൊരു പ്രശ്നമാണ്. പ്രത്യേകിച്ച് ഡിഫൻസില് ടാറ്റു ഇതുപോലെ കമ്മല്, അതൊക്കെ ഒരു ഇവിടെ പ്രശ്നം. രണ്ടുപേരും മാറ്റി മിസ്. ഇവിടെ ഒരു രക്ഷയില്ല. പെൺകുട്ടികളെ കളിയാക്കണം, അല്ല ആൺകുട്ടികള് നീ എന്താണ്, നീ പെണ്ണാണോ എന്നൊക്കെ ചോദിച്ചു എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും മാറ്റി മിസ്. ശാസ്ത്രത്തിന് വേണ്ടി കുത്തി നല്ലൊരു പ്രത്യേക ചൈതന്യം ഉണ്ടായിരുന്നു രണ്ടുപേർക്കും. എനിക്ക് ഹസ്ബൻഡും താല്പര്യം ഉണ്ടായിരുന്നില്ല. ചെറിയ മൂക്കുത്തി പോലത്തെ കമ്മല കുത്തിയെ, നമ്മള് മൂക്കുത്തി ഇടുന്ന സെയിം കമ്മൽ തന്നെ, ചെറുത്. ഞാൻ കണ്ടിട്ടുണ്ട് മോന്റെ സ്കൂളില് കുറെ കുട്ടികൾ, നമുക്ക് പറവൂര് കമ്മ്യൂണീസ് കൂടുതലാണല്ലോ, അപ്പൊ അവരുടെ സ്കൂളിൽ ഇതുപോലെ കുട്ടികളെ കണ്ടിട്ടുണ്ട്. അപ്പൊ ഇതിങ്ങനെ കേട്ടിട്ടുണ്ട്, ഡിഫൻസില് ഇങ്ങനെ കമ്മൽ, പ്രത്യേകിച്ച് പുരുഷന്മാർക്ക് അങ്ങനെ കമ്മല് പാടില്ല, ടാറ്റു പാടില്ല എന്നുള്ളത്. മിസ്സേ ഒരു കാര്യം ചോദിച്ചോട്ടെ മിസ്സേ, ഞങ്ങളുടെ പലർക്കും ഗൂഗിൾ മീറ്റിലെ ബാക്ക് ക്യാമറ ഓൺ ആവുന്നില്ല മിസ്സേ. അത് അപ്ഡേറ്റ് ചെയ്ത് നോക്കിയിട്ടും ശരിയാവുന്നില്ല. ആണോ? എനിക്കും പറ്റുന്നില്ല ടീച്ചറെ. ഞാനൊന്ന് ട്രൈ ചെയ്തതാ മിസ്. അത് പറഞ്ഞപ്പോ എന്റെ ഫോൺ എപ്പോഴാ കംപ്ലൈന്റ് ആവണെന്ന് അറിയില്ല, അതുകൊണ്ട്
ഓക്കെ, നിങ്ങളിത് കൺസേൺ ആയിട്ട് പറയുന്നത് ഏത് കാര്യത്തിനാ? വൈവയുടെ ടൈമിലാണോ? അതെ മിസ്, വൈവയുടെ ടൈമിൽ നമ്മളെല്ലാം വർക്കുകളെല്ലാം കാണിക്കണല്ലോ. പിന്നെ അപ്പൊ എന്തെങ്കിലും ബാക്ക് ക്യാമറ ആക്ടിവിറ്റീസ് ഓൺ ആയെങ്കിൽ പ്രസന്റ് പ്രശ്നമില്ല. ചെയ്യുമ്പോഴും ബാക്ക് ക്യാമറ അത്യാവശ്യമാണ് മിസ്. ആക്റ്റീവ് സാരില്ല, ഫ്രണ്ട് ക്യാമിലൂടെ കാണിച്ചോ, സെൽഫി പോലെ ഇങ്ങനെ കാണിച്ച് പോയാൽ മതി. നമ്മള് മാത്രമല്ലേ. അങ്ങനെ എല്ലാവർക്കും ഇല്ല മിസ്സേ, ചിലവർക്ക് മാത്രമല്ലോ അങ്ങനെ കാണാത്തുള്ളൂ. പറ്റുന്നവർ ചെയ്യാം, അല്ലാത്തൊരു ഫ്രണ്ട് ക്യാം തന്നെ യൂസ് ചെയ്യും. ഓക്കെ ഫൈവ് അറ്റൻഡ് ചെയ്തിരുന്നു, അതൊരു പ്രോബ്ലം ഇല്ല. ഓക്കെ, സോ നെക്സ്റ്റ് മോറൽ സെൻസ് നമ്മൾ പറഞ്ഞിരുന്നു. യെസ്, മോറൽ സെൻസ് ആണല്ലോ പറഞ്ഞിരിക്കുന്നത്, ഇമാജിനേഷനും. അപ്പൊ ഈ ഒരു സമയത്ത് മോണ്ടിസോറി പറയുന്നത് കുട്ടികൾക്ക് നമ്മള് ഈ കെട്ടുകഥകൾ, അതുപോലെ അങ്ങനത്തെ കഥകൾ ഉണ്ടല്ലോ, റിയൽ അല്ലാത്ത ഫാന്റസി സ്റ്റോറീസ്, അതൊന്നും പറഞ്ഞു കൊടുക്കാതിരിക്കുക. കാരണം അവര് ഭയങ്കരമായിട്ട് ഫാന്റസി വേൾഡിലേക്ക് ആയിപ്പോകുന്ന പറഞ്ഞേ. പക്ഷെ നമ്മളുടെ ഒരു കാലഘട്ടത്തില് അന്ന് ഈ TV വളരെ റെയർ ആണ്. നമുക്കൊക്കെ ഒരു കഥ എന്ന് പറയുന്ന ഒരു ബുക്ക് തന്നെ വായിച്ച് അങ്ങനെയാണ് നമ്മൾ കഥയൊക്കെ അറിഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഞാനൊക്കെ ഇന്ന് വായിച്ചിരുന്ന ബുക്കുകളില് ഈ സ്നോ വൈറ്റ് ഉണ്ടായിരുന്നു, സിൻഡ്രല്ല, പിന്നെ ആലീസ് ഇൻ വണ്ടർലാൻഡ്. ആലീസ് ഇൻ വണ്ടർലാൻഡ് ഒക്കെ വായിക്കുമ്പോൾ ശരിക്കും ആലീസിന്റെ കൂടെ അങ്ങനെ ആ ലോകത്തേക്ക് പോകുന്ന പോലെയൊക്കെ ഫീൽ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മളൊക്കെ പെട്ടെന്ന് തന്നെ അതിൽ നിന്ന് പുറത്തു വന്നു. പക്ഷെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഫാന്റസി ആണോ റിയൽ ആണോ എന്ന് മനസ്സിലാത്ത രീതിയിലുള്ള ഒരു ടെക്നോളജി ആണല്ലോ AI, അല്ലെ? AI ഒരു അതിപ്രസരം നല്ലപോലെ ഉണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോ ഇവര് കൂടുതലും അതിലേക്കാണ് അവർ ഇൻവോൾവ് ആകുന്നത്. അത് മാത്രമല്ല, യൂറോപ്യൻ കൺട്രീസിലെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവിടെ വളരെ ചെറുപ്പം തുടങ്ങിയ കുട്ടികളെ അങ്ങോട്ട് ഇൻഡിപെൻഡന്റ് ആക്കും. കുട്ടി ഉറങ്ങുന്നത് ഒറ്റയ്ക്ക്, ചിലപ്പോ ഭക്ഷണം കഴിക്കുന്നത്, കളിക്കുന്നതൊക്കെ ഒറ്റയ്ക്ക്, ആ ഒരു രീതിയിൽ വരും. അങ്ങനെ സോഷ്യൽ പ്ലേ വളരെ കുറവായിരിക്കും. അങ്ങനെ വരുമ്പോ കുട്ടി കൂടുതലും ഇമാജിനേറ്റീവ് ആയിട്ട് അല്ലെങ്കിൽ ഫാന്റസിയിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടായിരിക്കാം ഡോക്ടർ മോണ്ടിസോറി ഇറ്റലി എന്നുള്ള ആളാണല്ലോ, യൂറോപ്യൻ കൺട്രി എന്നുള്ളതാണല്ലോ, അവരെ കണ്ടിട്ടുള്ളതും എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളതും അങ്ങനത്തെ കാര്യങ്ങളായിരിക്കും. അതുകൊണ്ടായിരിക്കാം ഡോക്ടർ മോണ്ടിസോറി അങ്ങനെ പറയുന്നത്. റിയൽ ഹീറോസിന്റെ സ്റ്റോറീസ് പറഞ്ഞു കൊടുക്കണം എന്നാണ് മോണ്ടിസോറി പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞല്ലോ, റിയൽ നമ്മൾ റോൾ പ്ലേ ഒക്കെ ചെയ്യുന്നത് റിയാലിറ്റിയുമായിട്ട് കണക്ട് ചെയ്തത്. ഡോക്ടർ പേഷ്യന്റ്, ഡോക്ടർ നഴ്സ്, ടീച്ചർ സ്റ്റുഡന്റ്, ഫാദർ ആൻഡ് മദർ, ഫ്രൂട്ട് സെല്ലർ ആൻഡ് കസ്റ്റമർ, അങ്ങനെ കുട്ടി ചുറ്റും കാണുന്ന റിയൽ വേൾഡുമായിട്ട് കണക്ട് ചെയ്യുന്ന റോൾ പ്ലേസ് വെക്കണം എന്നാണ് ഡോക്ടർ മോണ്ടിസോറി പറയുന്നത്. കാരണം അല്ലെങ്കിൽ കുട്ടിയുടെ ഇമാജിനേഷൻ പ്രോപ്പറായിട്ട് ഡെവലപ്പ് ആവില്ല, കുട്ടി ഫാന്റസിയിലേക്ക് തന്നെ പോകും. അപ്പൊ ഒരു മോറൽ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവില്ല. കണ്ടിട്ടില്ലേ കുട്ടികള് സ്പൈഡർമാന്റെ വേഷത്തില് ഇങ്ങനെ പറക്കാനും നോക്കണത്, പിന്നെ സ്പൈഡറിനെ പേടിയില്ല, സ്പൈഡർ എങ്ങനെയെങ്കിലും എന്നെ വന്നൊന്ന് കുത്തിയാ മതി എന്നുള്ള ആ ഒരു ഇവിടെ രണ്ടാമത്തെ ആൾക്ക് ഭയങ്കര ഇതായിരുന്നു, സ്പൈഡർമാൻ ആവണം. എപ്പോഴും സ്പൈഡർമാന്റെ ഫാൻസി ഡ്രസ് ആയിരുന്നു ഇട്ടിരുന്നത്. ആ ഒരു ഡ്രസ്സ് മാറ്റുന്നുണ്ടായില്ല അമ്മ. അത് വലിയൊരു പ്രശ്നമായിരുന്നു UKG-യിലാക്കുന്ന സമയത്ത്. ഇൻഫന്റീസസിലാക്കിയിട്ടില്ലായിരുന്നു, അതുകൊണ്ട് LKG ഇവിടെ LPGS-ലാക്കിയത്. അത് കഴിഞ്ഞിട്ട് UKG-യിലേക്ക് കൊണ്ടുപോയത് മോനെ. ആദ്യം ഭയങ്കര സ്പൈഡർമാന്റെ ഡ്രസ്സ് തന്നെ ഇടുള്ളൂ. അതാണ് ഞങ്ങൾ 2-3 ജോഡി വാങ്ങിച്ചു. ഇത് മാറ്റുന്നുണ്ടായില്ല. ഫസ്റ്റ് ആണ് മീൻസ് ഭയങ്കര ഇതായി പോയി. പിന്നെ പുലിമുരുകൻ വന്നു കഴിഞ്ഞപ്പോ പിന്നെ പുലിമുരുകനെ പോലെ ചാടാനും ഫിലിമിനെ പോലെയൊക്കെ കളിക്കാൻ തുടങ്ങി. അങ്ങനെ അച്ഛനെ കൂട്ട് നിൽക്കും, അച്ഛനും ഈ ഇതൊക്കെ ഇട്ട് കൊടുക്കും, അവർ അങ്ങനെയെങ്കിലും കളിക്കട്ടെ, മൊബൈൽ യൂസ് ചെയ്യാതിരുന്നാ മതിയല്ലോ, TV മാറ്റാ, അവര് അങ്ങനെയൊക്കെ ഇങ്ങനെ ഇതായിട്ട് കളിക്കട്ടെ. ബാഹുബലി ആയപ്പോ പിന്നെ അതായി. അങ്ങനെ അവര് ചെയ്യുന്ന ആക്ടിവിറ്റീസ് ഇപ്പൊ അതൊക്കെ ഒരു ഓർമ്മയാണ്. അവര് വേറെ ലെവലാണെന്ന് പിടിച്ചാ കിട്ടൂല. അല്ലെങ്കിൽ ആരും പറയണ്ടായിരുന്നു, സ്പൈഡർ എന്നെ ഒന്ന് കുത്തിയാൽ മതി എന്ന് പറഞ്ഞ് കുട്ടി നടക്കുക. സ്പൈഡറിനെ പേടിയില്ല, അതൊന്ന് കുത്താൻ വേണ്ടിയിട്ട് അതിന്റെ അടുത്തേക്ക് പോകുന്നു. അങ്ങനെയൊക്കെ എന്നാലാണ് സ്പൈഡർമാൻ ആകാൻ പറ്റുള്ളൂ എന്നൊരു ഇതാണല്ലോ അവർക്ക് ആ മൂവിന്ന് കിട്ടുന്നത്. അപ്പൊ അത് പലപ്പോഴും ഇവരുടെ മോറൽ വാല്യൂസിൽ ചേഞ്ചസ് ഉണ്ടാക്കും, ഇമാജിനേഷൻ. കാരണം നമുക്കറിയാം സ്പൈഡർമാനെ പോലെ അങ്ങനെ പറക്കാൻ പറ്റില്ല എന്നുള്ളതൊക്കെ അറിയാം. പക്ഷെ അവരുടെ ഇമാജിനേഷൻ എന്ന് പറയുന്ന ഫാന്റസിയിലേക്ക് ആയി പോകും. അപ്പൊ ഡെവലപ്മെന്റ് നല്ല രീതിയിൽ നടക്കില്ല എന്നാണ് ഡോക്ടർ മോണ്ടിസോറി പറയുന്നത്. ഓക്കെ, തേർഡ് പീരീഡ് ആരെങ്കിലും വായിക്കാമോ? തേർഡ് പീരീഡില് ഇൻട്രൊഡക്ഷനും ഫസ്റ്റ് 1-2 നീഡ് ഫോർ അക്കാദമിക് നോളജ് വരെ. വായിക്കട്ടെ മിസ്? തേർഡ് പീരീഡ്
12 to 18 years. Montessori regarded adolescence as a period of great susceptibility. She considered the period of adolescence as a period of self-construction, just like the first period. She considered the adolescent as self-conscious adolescents are interested in social organization and other people of the world. She referred to this psychological characteristics as an abstract social sentiment for humankind, in which he followers to understand people's behavior in the work as a whole, including the past. Need for a calm and solitude, need for calm and cute. She believed that adolescents have പ്രഫുല്ല a need for, ക്വയറ്റാണ് ക്വിറ്റല്ല. sorry, Kate. She believed that adolescents have a need for calm and solitude if they were to build a sense of the self and the world. They are replete with doubts, hesitations, discouragement. They are sensitive, ashamed easily, and lack confidence. They have a great need for strengthening of self-confidence. Maria Montessori was incapable of working out the details of their educational design for their children in this period. First, need for intellectual task. Maria Montessori also felt that adolescents respond well to intellectual tasks. They like to reason and discuss conceptual ideas. They attain conclusion based on evidence. They are interested in discussing moral and spiritual issues. Second, need for academic knowledge. Montessori saw the need and benefits of academic knowledge and creative study for adolescents. She was concerned with the right methodology for imparting knowledge. She felt that education must be broad and complete. Thank you. Okay, very good. Okay, third period 12 to 18 years അല്ലെ, ആ ഒരു പീക്ക് ടൈം എപ്പോഴും നമ്മൾ ഒത്തിരി സ്ട്രഗിൾ ചെയ്യും ചില സമയത്ത്. പക്ഷേ നമ്മൾ ആ 12 ഇയേഴ്സ് വരെ നമ്മൾ നല്ല രീതിയിൽ അവരെ കൊണ്ടുവന്ന് അവർക്ക് ആ ഒരു ഫീല്, എനിക്കൊരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ സോൾവ് ചെയ്യാൻ എന്റെ ചേച്ചി അല്ലെങ്കിൽ അമ്മ അല്ലെങ്കിൽ അച്ഛനുണ്ടെന്നൊരു ഫീൽ ഉണ്ടെങ്കിൽ നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല. അതേസമയം നമ്മുടെ ആ ഒരു സപ്പോർട്ട് അവരുദ്ദേശിക്കുന്ന രീതിയിൽ അല്ലാതെ വരുമ്പോഴാണ് പലപ്പോഴും ഇഷ്യൂസ് ഉണ്ടാകുന്നത്. ഗ്രേറ്റ് സക്സസിബിലിറ്റി ഉള്ള ഒരു ടൈമാണ്. അതായത് എന്തും ഇവരെ ബാധിക്കും. പിന്നെ കുറച്ച് ഷൈ, പിന്നെ ഒരു കോൺഷ്യസ് ആണ് ഇവര്. മുടി ചെയ്യുന്നത് കുറെ നേരം ഇരുന്ന് കണ്ണാടിയുടെ മുന്നിൽ മുടി ചെയ്യുന്നതാണ്. ഡ്രസ്സ് നന്നായിട്ടുണ്ടോ, അങ്ങനെയൊക്കെ ആ സെലക്ഷനിലും എല്ലാം അവർക്ക് ഓരോ വ്യത്യാസങ്ങൾ ഉണ്ടാവും. പിന്നെ പിയർ ഗ്രൂപ്പിന്റെ ഇൻഫ്ലുവൻസ് വളരെ കൂടുതലായിരിക്കും. പിന്നെ ഏതെങ്കിലും ഒരു അഡൾട്ട് കാണും അവരെ എപ്പോഴും ഗൈഡ് ചെയ്യാൻ. ആ അഡൾട്ട് നമ്മൾ തന്നെയായാൽ അത്രയും നല്ലത്. പുറത്തുനിന്നുള്ള ഒരാളാവുമ്പോൾ നമുക്ക് എത്രത്തോളം അത് നന്നായിരിക്കും എന്ന് പറയാൻ പറ്റില്ല. നമ്മളെ കിട്ടാതെ വരുമ്പോഴായിരിക്കും മിക്കവാറും പുറത്തുനിന്നൊക്കെ ആരെങ്കിലൊക്കെ ആയിട്ട് ഇവര് കണക്റ്റഡ് ആകുന്നത്. അപ്പോ എപ്പോഴും ഇവരൊരു സോളിറ്റ്യൂഡിലേക്ക് പോകും. അതിന്റെ അർത്ഥം അവർ ലോൺലി എന്നല്ല, അവരത് പ്രിഫർ ചെയ്യുന്നു. അവർക്ക് ഇഷ്ടമാണ് ഒരു ഏകാന്തതയിൽ പോയിട്ട് ഒരു ക്വയറ്റ് ആയിട്ടുള്ള ഒരു കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു പോകുന്നത് അവർക്ക് ഇഷ്ടമാണ്. അതിന്റെ അർത്ഥം ഒരു ലോൺലി ചൈൽഡ് ഒന്നും അല്ല. അവർക്ക് ചില കാര്യങ്ങൾ ചെയ്യാൻ അവർക്ക് ആ ഒരു സോളിറ്റ്യൂഡ് ആവശ്യമാണ്. പഠിക്കാൻ അല്ലെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും ക്രിയേറ്റീവായിട്ട് ചെയ്യാൻ, വായിക്കാൻ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അതിൽ വരും. കാം ആൻഡ് സോളിറ്റ്യൂഡ്. അവർക്ക് ചുറ്റുപാടിനെ കുറിച്ച് നല്ലൊരു ഐഡിയ ഉണ്ടാവും. അവരുടെ പേഴ്സണാലിറ്റി നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്യും. പിന്നെ അവർ ഫുൾ ഓഫ് ഡൗട്ട്സ് ആയിരിക്കും. ഹെസിറ്റേഷൻ, ഡിസ്കറേജ്മെന്റ്, ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ, കാരണം ഇവർക്ക് സെക്യൂരിറ്റി കൂടുതലാന്ന് പറഞ്ഞല്ലോ, എന്തും ഇവരെ ബാധിക്കും. ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ വളരെ കുറച്ച് പേരായിരിക്കും ഡോണ്ട് ബോദർ ആ ഒരു ടൈപ്പുള്ളൂ. എന്തെങ്കിലും പറയുമ്പോഴേക്കും പിന്നെ അതിനെ കുറിച്ച് ഓർത്ത് ഭയങ്കര ഒരു വറി ഒക്കെ ആയിരിക്കും. എപ്പോഴും സംശയമായിരിക്കും, ഞാൻ ചെയ്താൽ ശരിയാവോ അങ്ങനെ. അപ്പൊ അവരുടെ പ്രീവിയസ് പീരിയഡ്സ് നല്ല രീതിയിൽ പോവുകയാണെങ്കിൽ ഈ ഒരു ഡൗട്ട്ഫുൾ ഒക്കെ അവർക്ക് നല്ലപോലെ മാറും. അവർ വളരെ കോൺഫിഡന്റ് ആയിരിക്കും. പെട്ടെന്ന് തന്നെ അവർക്ക് നാണക്കേടുണ്ടാവുന്നു. അതുകൊണ്ട് മറ്റുള്ളവരുടെ ഉള്ളിൽ ചെന്നതിന് പറയുമ്പോഴേക്കും അവർക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും. പിന്നെ ആ പറഞ്ഞ വ്യക്തിയോട് അവർക്കൊരു അടുപ്പുണ്ടാവില്ല.
അങ്ങനെയൊക്കെ ഉണ്ടാവും. അവരുടെ സെൽഫ് കോൺഫിഡൻസ് സ്ട്രെങ്തൻ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പൊ ആ രീതിയിൽ വേണം അവരെ നമ്മൾ ഹാൻഡിൽ ചെയ്യാനായിട്ട്. പിന്നെ കൂടുതലായിട്ടും ഇവർ ഈ സമയത്ത് ഇന്റലക്ച്വൽ ആയിട്ടുള്ള പല കാര്യങ്ങളും ചെയ്യും, ടെക്നിക്കൽ ആയിട്ടുള്ള പല കാര്യങ്ങളും അറിയാൻ ശ്രമിക്കും. ലോകത്ത് നടക്കുന്ന പല കാര്യങ്ങളെ കുറിച്ച് അവർ കൂടുതലായിട്ട് അറിയാനായിട്ട് ശ്രമിക്കും. അതിന്റെ ഒരു പ്രോബ്ലം സോൾവിങ്ങും സോർട്ട് ഔട്ട് ചെയ്യാനും ചില കുട്ടികളുടെ ലീഡർഷിപ്പ് നല്ല പോലെ വരും ഈ ഒരു സമയത്ത്. മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ നല്ലപോലെ അവർ സോൾവ് ചെയ്യും. ഫ്രണ്ട്സിന്റെ ഇടയിൽ ഒരു ക്ലാഷ് വന്നാൽ ചിലപ്പോൾ നമുക്ക് കാണാം ഒരാൾ നല്ല രീതിയിൽ നിന്ന് അത് ഹാൻഡിൽ ചെയ്യുന്നത്. അതുപോലെ മോറൽ ആൻഡ് സ്പിരിച്വൽ ഇഷ്യൂസ്, ദൈവമുണ്ടെങ്കിൽ എങ്ങനെയാണ് ഈ പ്രപഞ്ചത്തിലെ നമ്മുടെ യൂണിവേഴ്സിനെ കൺട്രോൾ ചെയ്യുന്നത് എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സംസാരിക്കാനും ഒക്കെ അവർക്ക് വളരെ ഇഷ്ടമായിരിക്കും. അതായത് എക്സിസ്റ്റൻഷ്യൽ ഇന്റലിജൻസ്, ഞാൻ എന്തുകൊണ്ട് ഈ ഭൂമിയിൽ, ഈ ചെടികൾ എന്തുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു, അങ്ങനെയുള്ള പല പല ഡൗട്ട്സ് അവർക്ക് വളരെ അവരത് ഡിസ്കസ് ചെയ്യാനും ഇഷ്ടപ്പെടും. ഈ ഒരു സമയത്ത് അവരുടെ അക്കാദമിക് ഒരു നോളജ് നല്ലതായിട്ട് സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് പോകേണ്ട ഒരു സമയമാണ്. ക്രിയേറ്റീവ് സ്റ്റഡി അവർ നല്ല രീതിയിൽ അവരുടേതായ ഒരു രീതിയിൽ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കുക എന്നുള്ളത് ഈ ഒരു ഏജിൽ അത്യാവശ്യമാണ്. കാരണം ഈ ഒരു ഏജ് ആണ് അവർ ഏത് കരിയറിലേക്ക് പോകും എന്നുള്ളത് തീരുമാനിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് റൈറ്റ് മെത്തഡോളജിയിൽ തന്നെ അവർക്ക് നോളജ് നമ്മൾ കൊടുക്കണം എന്നാണ്. കാരണം എനിക്ക് ഓർമ്മയുണ്ട് എന്റെ മോളൊക്കെ ഈ ഒരു ഏജ് അല്ല, അതിന് തൊട്ട് മുമ്പ് തന്നെ അവള് സെൽഫ് സ്റ്റഡി സ്റ്റാർട്ട് ചെയ്തിരുന്നു. ടീച്ചേഴ്സ് കൊടുക്കുന്ന നോട്ട്സ് അങ്ങനെ ബൈ ഹാർട്ട് ചെയ്യുന്ന പരിപാടി നിർത്തി തന്നെ നോട്ട്സ് എഴുതാനായിട്ട് തുടങ്ങി. അപ്പൊ അവർക്ക് ആ ഒരു രീതിയിൽ നോളജ് അവർ എടുക്കേണ്ട രീതിയൊക്കെ അവർക്ക് മാറും. നെക്സ്റ്റ് ഒന്ന് വായിക്കുമ്പോ 3 and 4 കുറച്ചുകൂടി ഫോർത്ത് പീരീഡ് Need for creative expression. Montessori also dictated that adolescents have a need for creative expression. Their creative urges enact not so much artistic feelings, but as a means for self-expression and self-discovery. They need assistance in their efforts. Montessori also indicated that adolescents need assistance in their effort to achieve extent independence. They need support in 2 areas: in a community of peers and an adult friend. Fourth, interest in the exploration of reality. Adolescents have an interest in the research of reality. They want this analysis to include both the natural world of human organization, commerce, etc. During this period of adolescence, valorization of personality is considered to be a target of the third plane. ഓക്കെ, സോ ക്രിയേറ്റീവ് എക്സ്പ്രഷൻ നമുക്ക് ഈ ഒരു ടൈമിലെ ക്രിയേറ്റിവിറ്റി നല്ല രീതിയിൽ അവർക്ക് കൂടും. ചിലർക്ക് ആർട്ടിസ്റ്റിക് ആയിരിക്കും, ചിലർക്ക് ടെക്നിക്കൽ ആയിരിക്കും, ചിലർക്ക് അത് മാത്തമാറ്റിക്കൽ ഏരിയയിലായിരിക്കാം, ലാംഗ്വേജ്, അങ്ങനെ പല രീതിയിലുള്ള ക്രിയേറ്റിവിറ്റി. ചിലർ എഴുതുന്നത് കാണാറില്ലേ, ലാംഗ്വേജിലും ക്രിയേറ്റിവിറ്റി അവർ കൊണ്ടുവരാറുണ്ട്, ഡ്രോയിങ്, വരയ്ക്കുന്നത്. അപ്പൊ അവർ ഇങ്ങനെയുള്ള എഫേർട്ട് എടുക്കുമ്പോൾ നമ്മൾ അതിനെ ഇൻസ്പയർ ചെയ്ത് കൊടുക്കണം, മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പൊ ഈ ഒരു സമയത്ത് 2 ഏരിയയിൽ നിന്നുള്ള സപ്പോർട്ടാണ്. ഒന്ന്, അവർ ജീവിക്കുന്ന ഒരു കമ്മ്യൂണിറ്റി, വീട്, ചുറ്റുപാട്, അതുപോലെ തന്നെ ഒരു അഡൾട്ട് ഫ്രണ്ട്. അപ്പൊ അഡൾട്ട് ഫ്രണ്ട് ആയിട്ട് വരുന്ന ഒരു ടീച്ചർ എന്തായാലും ഉണ്ടാവും അല്ലെ. ഒരു ടീച്ചേഴ്സിന്റെ സപ്പോർട്ട് വളരെ അത്യാവശ്യമാണ്, അല്ലെങ്കിൽ വീട്ടിൽ തന്നെ. ഇത് അതുപോലെ തന്നെ പിയർ ഗ്രൂപ്പിന്റെ ഇൻഫ്ലുവൻസ്. എപ്പോഴും ഫ്രണ്ട്സ് പറയുന്നതായിരിക്കും അവർക്ക് വേദവാക്യം. ഫ്രണ്ട്സ് പറഞ്ഞാൽ അവർക്ക് ഓക്കെയാണ്, വേറെ ആരും പറയണമെന്നില്ല. നല്ല സുഹൃത്തുക്കളെ കിട്ടുക എന്നുള്ളത് തന്നെയാണ് ഈ ഒരു സമയത്ത്. എനിക്ക് ഓർമ്മയുണ്ട്, മോളിങ്ങനെ 10th കഴിഞ്ഞപ്പോ അവളിങ്ങനെ എന്നോട് പറയായിരുന്നു, പിന്നെ പഠിക്കാൻ പോകുന്ന ബോർഡിങ്ങിലേക്കാണ് കേട്ടോ, പ്രാർത്ഥിക്കുമായിരുന്നു നല്ല സുഹൃത്തുക്കളെ കിട്ടണേന്ന്. അപ്പൊ കാരണം എനിക്ക് ഇതുവരെയും 10th വരെ എനിക്ക് കിട്ടിയ സുഹൃത്തുക്കളെല്ലാം നല്ലതായിരുന്നു. ഇനി എനിക്ക് അതുപോലെ തന്നെ നല്ല സുഹൃത്തുക്കളെ കിട്ടണേന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കും. എന്തായാലും വലിയ കുഴപ്പമില്ലാണ്ട് തന്നെ പോയി എന്ന് തന്നെ പറയാം. പിന്നെ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കുമായിരുന്നു വരുന്നവരുടെ ഉദ്ദേശം എന്താന്നുള്ളത്. അപ്പൊ ഞാനിങ്ങനെ പറഞ്ഞു, 10th വരെയും പഠിച്ചപ്പോ നിന്നെ അവിടെ കെയർ ചെയ്യാൻ ടീച്ചേഴ്സും സിസ്റ്റർമാരും ക്ലാസ്സിലെ പിള്ളേരും ബോയ്സും ഒക്കെ കെയർ ചെയ്യും. ബോയ്സ് ആരും മോശമായിട്ട് സംസാരിക്കുകയോ നോക്കുകയോ മിസ്ബിഹേവ് ചെയ്യുകയോ ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ ഇനി ചെല്ലുന്നിടത്ത് സാഹചര്യം ആവണമെന്നില്ല എന്ന് പറഞ്ഞു. അവിടെ ബോർഡിങ്ങിൽ ചെന്നു ഒരു 1 week കഴിഞ്ഞപ്പോ തന്നെ അവൾ അത് പറഞ്ഞു. അമ്മ പറഞ്ഞത് ശരിയാണ്,
ബോയ്സിന്റെ ഉദ്ദേശം വേറെയാണ്. അവരുടെ അപ്രോച്ച് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാകും എന്ന് പറഞ്ഞു. അതങ്ങനെ പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് ആ ഒരു ഡിസ്റ്റൻസ് ഒക്കെ അതുപോലുള്ള കുട്ടികളോട് വെച്ചിട്ടായിരുന്നു നിന്നത്. അതൊക്കെ നമ്മളുടെ ഒരു ഗൈഡൻസ് കൂടിയാണ്. പിന്നെ അവർക്ക് സ്കൂളിൽ നിന്ന് കിട്ടിയ ആ ഒരു കരുതൽ. ഈ ഒരു സമയത്ത് ഇവരുടെ പേഴ്സണാലിറ്റി നമ്മൾ നല്ല രീതിയിൽ അഡ്രസ് ചെയ്ത് നമ്മുടെ ഒരു വാലറൈസേഷൻ, നമ്മൾ അവരെ നല്ല രീതിയിൽ വാല്യൂ ചെയ്ത് അപ്രീഷിയേറ്റ് ചെയ്ത് കൊണ്ടുപോകേണ്ടത് ആവശ്യം തന്നെയാണ്. 4th പീരീഡ് ഞാൻ പറഞ്ഞു പോവാണേ. 4th പീരീഡ് എന്ന് വെച്ചാൽ പേടിക്കേണ്ടതായിട്ടുള്ള ഒരു പീരീഡ് അല്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് എന്ന് വെച്ചാല് 18 to 24 18 വയസ്സ് കഴിയുമ്പോൾ തന്നെ എല്ലാരും ആ ടെൻഷൻ മാറി, പാരന്റ്സിന്റെ, ടീച്ചേഴ്സിന്റെ അവരൊരു ഫോക്കസ്ഡിലാകുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ പ്രീവിയസ് പീരീഡ് നല്ല രീതിയിൽ ചെന്നാലാണ് ചില കുട്ടികൾക്ക് പ്രീവിയസ് പീരീഡ് നല്ലതായില്ലെങ്കിൽ കൂടിയും ഇവര് പിന്നെ അങ്ങ് സെൽഫ് മെയ്ഡ് ആകാറുണ്ട്. 18+ കുറെ കുട്ടികളെങ്കിലും എന്തെങ്കിലുമൊക്കെ അവരവരുടെ വഴി കണ്ടെത്തുന്നു. പിന്നെ ഒരു 24 ഒക്കെ ആകുമ്പോൾ ബ്രെയിനിന്റെ 2 സൈഡ്സും ഇമോഷണൽ സൈഡും ഇന്റലക്ച്വൽ സൈഡും നല്ല രീതിയിൽ ഡെവലപ്പ് ആകുന്ന ഒരു ടൈമാണ് 24 വയസ്സ് എന്നൊക്കെ പറയുന്നത്. മോണ്ടിസോറി ഈ സമയത്ത് വളരെ സ്ട്രോങ് ആൻഡ് റിലേറ്റീവ്ലി സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു യങ് മാൻ ആണ്. പിന്നെ സെക്കൻഡ് പീരീഡിലെ പോലെ തന്നെയാണ്. അതായത് 6 to 12 ഇയേഴ്സിൽ എങ്ങനെയായിരുന്നു കുട്ടികൾ ആ ഒരു പീരീഡിലെ പോലെ തന്നെയാണ്. ഈ സമയത്ത് ഒരു ഫ്രണ്ട് സർക്കിളൊക്കെ വരും, കൂടുതൽ സോഷ്യലൈസ് ചെയ്യാനുള്ള താല്പര്യം. പിന്നെ പ്രത്യേകിച്ചും ജോബൊക്കെ ആയിട്ടുണ്ടെങ്കിൽ, കരിയറിൽ സെറ്റ് ആയിട്ടുണ്ടെങ്കിൽ ജോബ് പ്ലേസിൽ നല്ലൊരു ബന്ധം, പിന്നെ ഒരു ഫാമിലി ലൈഫ് തുടങ്ങാനുള്ള ഒരു ഒരുക്കം, ഇതെല്ലാം തുടങ്ങുന്ന ഒരു സമയമാണ്. ഒരു സമയത്ത് സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരാളായിട്ട് മാറുവാണെങ്കിൽ പിന്നീടുള്ള അയാളുടെ ലൈഫ് നല്ല രീതിയിൽ തന്നെ പോകും. ഓക്കെ, ഇതെല്ലാം ത്രൂ ആക്ടിവിറ്റീസ് ആൻഡ് എക്സ്പീരിയൻസിലൂടെയാണ് ഇതെല്ലാം ഡെവലപ്പായി വരുന്നത്. അപ്പോൾ ഫ്രം ഫസ്റ്റ് പീരീഡ് ഓൺവേർഡ്സ് നമ്മൾ കുട്ടികൾക്ക് കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള വർക്കുകൾ കൊടുക്കണം എന്ന് ഡോക്ടർ മോണ്ടിസോറി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് അവർ ആ മെത്തേഡ് ഡിസൈൻ ചെയ്തത്. എനിവേ നിങ്ങൾക്ക് എന്തെങ്കിലും ക്ലാരിറ്റി ഉണ്ടെങ്കിൽ നെക്സ്റ്റ് ക്ലാസ് ഞാൻ പറയാം. ഈ ഒരു ദിവസം വളരെ മോശമാണ്, എനിക്ക് ശബ്ദത്തിന്റെ വളരെയധികം പോരായ്മയുണ്ട്. എനിവേ താങ്ക് യു ഫോർ അണ്ടർസ്റ്റാൻഡിങ്. താങ്ക് യു സോ മച്ച്. When I stay sign out. Thank you. Thank you, Miss. Ma'am, sign out and പറയൂ. thank you, ma'am, for your wonderful class. Thank you. Within all the difficulties, you took this class. Thank you, ma'am. You have finished the law in Natural development. law of natural development. Thank you, ma'am. താങ്ക് യു മിസ്. Thank you, Miss. പിജിയുടെ ക്ലാസ് ഒന്ന് സ്റ്റാർട്ട് ചെയ്തു മിസ്. എന്തോ? പിജിയുടെ ക്ലാസ് ഒന്ന് സ്റ്റാർട്ട് ചെയ്തു. ശരിക്കും തുടങ്ങിയല്ലേ? തുടങ്ങി മിസ്. ആതിര മിസ് ആയിരുന്നു ഇന്ന് 12 മണി തൊട്ട് 1 മണി വരെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് ബ്രേക്ക് ഇല്ല. ഇത് കഴിഞ്ഞു. ഇനി അടുത്തത് സെലിബ്രേഷന്റെ പ്രാക്ടീസ്. ഇങ്ങനെ ബിസിയാണ് മിസ്. ആക്ടിവിറ്റീസ് ഒക്കെ ബിസി ആവുന്നത് നല്ലത്. ടൈമില്ല. കുട്ടികൾക്ക് ടൈം കൊടുക്കൂട്ടോ. വെക്കേഷൻ ആണ്, അത് മറക്കരുത്. അവർക്ക് നിങ്ങളുടെ ടൈം ആവശ്യമാണ്. ഓക്കെ മിസ്. താങ്ക് യു മിസ്. Mock test idule. ഇടും. ഈ ലെസന്റെ അല്ലേ? 3 അല്ലേ? അതെ, 3rd chapter.